നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണൻ യേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണൻ യേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 നാഥനേ. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി, നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി, നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 നാഥനേ. നിൻ തലയിലെ മുള്ളുകൾ എൻ പദവിയായി മാറി. നിന്നാഴമാ മുറിവുകൾ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നിൻ തലയിലെ മുള്ളുകൾ എൻ പദവിയായി മാറി. നിന്നാഴമാ മുറിവുകൾ എന്നെ സൗഖ്യമാക്കി മാറ്റി. നീ ചൊരിഞ്ഞ രക്തം എന്നിൽ ജീവനായി മാറി. ആ പ്രാണവേദനയിലൻ ജീവിതം ധന്യമായി. നീ ചൊരിഞ്ഞ രക്തം എന്നിൽ ജീവനായി മാറി. ആ പ്രാണവേദനയിലൻ ജീവിതം ധന്യമായി. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 നാഥനേ. ഹല്ലേലൂയ. ദൈവത്തിന് അത്ഭുതം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. യേശു എപ്പോൾ വന്നാലും കർത്താവിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ കർത്താവ് വരുമെന്ന് അറിയത്തില്ല. എനിക്കൊന്നറിയാം, യേശു വരാറായി എന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം. ഓരോ പത്രവാർത്തകളും മറ്റ് ന്യൂസുകളും ഒക്കെ അറിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ വചനം അത് നിറവേറാൻ സമയമായി എന്നാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ഒരുക്കമുള്ള മക്കളായി കാത്തിരുന്നോളണം. ദൈവത്തിന് നമുക്കറിയത്തില്ല സ്നേഹിതരെ, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും വിശുദ്ധിയോടെ സ്നാനപ്പെടാത്തവരെല്ലാവരും പ്രാർത്ഥിക്കുകയും വരുന്ന നാളുകൾ സ്നാനത്തിന് വേണ്ടിയുള്ള ക്ലാസ്സുകളുണ്ട്. സ്നാന ക്ലാസ്സുകൾ പങ്കെടുത്ത് എത്രയും പെട്ടെന്ന് സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നോളണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവാസന്നമായി നമ്മുടെ പാപം വിട്ട് തിരിയണം. ആവശ്യമില്ലാത്ത എല്ലാ വഴികളും വിട്ട് ദൈവഭാഗത്തോട്ട് വരണം. ദൈവസന്നിധി നിൽക്കുന്നു എങ്കിലും പിന്മാറി നിൽക്കുന്നവർ നമ്മുടെ ആലയത്തിനകത്തുണ്ട്. പിന്മാറി എന്ന് പറഞ്ഞാൽ അർത്ഥം പള്ളി വരുന്നില്ല എന്നല്ല. പള്ളി വന്നാലും ക്രിസ്തുവിൽ നിന്ന് മാറി അകന്നു നിൽക്കുന്നവരുണ്ട്. പാവത്തെ ജയിക്കാൻ പറ്റാതെ എവിടെയൊക്കെയോ ദൈവഹിതമല്ലാത്ത വാക്കുകളും ദൈവഹിതമല്ലാത്ത കോപ സ്വഭാവങ്ങളും ദൈവഹിതമല്ലാത്ത പിണക്കങ്ങളും ദൈവഹിതമല്ലാത്ത വിരോധ വാക്കുകളും ഒരിക്കലും ഒരു ദൈവവൈതൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത സകല വാക്കുകളും പലരുടെയും വായിൽ നിന്ന് വരുമ്പോൾ സ്നേഹിതരെ, ഞാനെല്ലാം തികഞ്ഞതുകൊണ്ട് പറയുകയല്ല, യേശുവിൻ്റെ വരവിൽ തള്ളപ്പെടണ്ടെങ്കിൽ ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റൂ. പ്രതികൂലമില്ലാത്തൊരു ജീവിതമില്ല, പ്രശ്നമില്ലാത്തൊരു ജീവിതമില്ല. ചില സന്ദർഭങ്ങൾ കടത്തിൻ്റെ നടുവിലൂടെ പോകേണ്ടി വരും. അവിടെയും ദൈവത്തെ തള്ളി പറഞ്ഞാൽ ആ സമയത്താണ് കർത്താവ് വന്നാൽ അപ്പോൾ നമ്മൾ തള്ളപ്പെടുവാനിടയെത്തീരും. സ്വത്രം. രോഗമില്ലാതെ എല്ലാവർക്കും എല്ലാം നല്ല രീതിയിലാകുന്ന എല്ലാവരും ഇല്ല. എല്ലാവർക്കും ഓരോരോ വിഷയങ്ങളുണ്ട്. ഒന്നുകിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ നിന്ദയും ദുഷിയും പരിഹാസമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്ത വിഷയങ്ങളായിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിലെല്ലാം ഭാരങ്ങൾ ജീവിതങ്ങളിലകത്ത്
നേരിടാറുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല സ്നേഹിതരെ. എന്ന് പറഞ്ഞ അർത്ഥം ഈ ഭാരം വന്നതുകൊണ്ട് യേശുവിനെ ഞാൻ വിട്ടു അകന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് നമ്മുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കഴിപ്പിനെന്നാണ് വചനം പറയുന്നത്. കാരണം കർത്താവിൻ്റെ വരവിൽ നമ്മൾ തള്ളപ്പെടണമെങ്കിൽ നമ്മൾ എപ്പോഴും വിശുദ്ധിയോടെ, നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും പാപത്തിലേക്ക് പോകല്, ലഹരിയിലേക്ക് പോകല്, പാപ വഴികളിലേക്ക് പോകല്, പാപ ചിന്തകളിലേക്ക് പോകല്. നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടാൻ പിശാച് നല്ലവണ്ണം ശ്രമിക്കും. ആ സമയത്താണ് യേശു വന്നാൽ തള്ളപ്പെടും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, സ്നാനപ്പെട്ട യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന പൈതങ്ങളോട് ഞാൻ പറയട്ടെ, അനേകർ ചേർന്ന് നിന്നു. എന്നാൽ ഇന്ന് അനേകർ ദൈവത്തിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അകന്ന് നിൽക്കുന്നവരോട് ഞാൻ പറയാം, സ്തോത്രം, ഹല്ലേലൂയ. പുറമേ നമ്മൾ അടുത്ത് നിൽക്കുന്നവരാണെന്ന് മറ്റുള്ള മുമ്പിൽ കാണിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ താങ്കൾ ഒരുപാട് അകന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ മറ്റുള്ള മുമ്പിൽ അകന്ന് നിൽക്കുന്നില്ല, അടുത്ത് നിൽക്കുന്നു. പ്രാർത്ഥന എല്ലാം ഉണ്ട്, ഞാൻ എല്ലാം നല്ല ഇതാണെന്ന് പറയുന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, ഈ സമയത്താണ് യേശു വന്നാൽ താങ്കൾ അകന്ന് നിൽക്കുന്ന ദൈവത്തിനറിയാം, തള്ളപ്പെടും. അതുകൊണ്ട് സ്തോത്രം, ഒരിക്കലും ഞാൻ പറയുന്ന വചനം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് പിന്നത്തേതിൽ നിങ്ങൾ ഉറങ്ങി വീണ് പോയി കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് വരല്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് പറയുന്നത്. 3-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം എല്ലാവരും ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. സ്തോത്രം, മരിച്ചവനാകുന്നു. ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ. സത്യത്തിൽ പാപത്തിൽ മരിച്ചു. ഭയങ്കര തീ പോലെ നിന്ന ആൾക്കാരാ. പക്ഷേ എന്ത് ചെയ്തു? മരിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ ജീവനില്ല. ആൾക്കാരുടെ മുമ്പിൽ ഒരു പക്ഷേ ജീവൻ തോന്നിക്കാണും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തില്ല? ജീവനില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനില്ല. ജീവനില്ലെങ്കിൽ നരകത്തിൽ പോകും, ഉറപ്പാണ്. നിങ്ങൾ ആരും വിഷമിക്കല്ലേ. ഞാനിത് പറയുന്ന കുറച്ച് ദിവസം കൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ മനസ്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വത്രം. ഇന്നലെ കേട്ട ഒരു ശബ്ദം ഞാൻ പറയാം. ഇന്നലെയാണോ മെനഞ്ഞാന്ന് രാത്രി കേട്ടൊരു ശബ്ദം, ഇന്ന് കണ്ണടച്ചാൽ എവിടെ കണ്ണ് തുറക്കും. ഞാൻ പ്രസംഗിച്ച വിഷയം, പക്ഷേ ഞാൻ ശക്തമായിട്ട് പ്രസംഗം കഴിഞ്ഞ് പിന്നത്തേതിൽ കേട്ടതാ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഉറപ്പ് പ്രാപിച്ചിരിക്കണം. ഇവിടെ കണ്ണടച്ചാൽ ഞാൻ ഇന്നടുത്ത് തുറക്കും എന്നൊരു ഉറപ്പ് കൃത്യമായിട്ട് പ്രാപിച്ചിരിക്കണം. കൃത്യമായിട്ട് പ്രാപിച്ചിരിക്കണം. അതിന് അപ്പൻ തടസ്സമായാലും അമ്മ തടസ്സമായാലും നാട്ടുകാർ തടസ്സമായാലും വീട്ടുകാർ തടസ്സം അതൊന്നും നോക്കരുത്. നമ്മൾ ആ ഉറപ്പ് പ്രാപിച്ചേ തീരും. കരങ്ങൾ ഉയർത്തി കാര്യം പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഉറപ്പ് നമ്മൾ പ്രാപിച്ചിരിക്കണം. ആ ഉറപ്പ് പ്രാപിച്ച് ക്രിസ്തുവിൽ ജയജീവിതം നയിച്ച് കുടുംബജീവിതത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും പഠനത്തിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും കോളേജിലായിരുന്നാലും നിങ്ങൾ ജോലി സ്ഥലത്തായിരുന്നാലും നിങ്ങൾ എവിടെയോ ആകട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെടരുത്. നമ്മൾ ആരാണെന്നുള്ള കാര്യം മറക്കരുത്. അതിലെഴുതിയിരിക്കുന്നു, വായിച്ചേ ആ വാക്യം വായിച്ചേ. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അടുത്ത് ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയില്ല. ദൈവത്തിന്റെ സന്നിധി ഒരിക്കലും അത് പൂർണ്ണതയുള്ളതായിട്ട് ദൈവം എന്ത് ചെയ്തില്ല? കണ്ടിട്ടില്ല. ദൈവം കാണുന്നില്ല പൂർണ്ണതയുള്ളതായിട്ട്. അടുത്ത വരി. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ഓർത്ത് അന്ന് പ്രാപിച്ച ഒരു ശക്തി ഉണ്ടല്ലോ സ്നേഹിതരെ. ഹല്ലേലൂയ. പാവം ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നൊരു ശക്തി നമ്മൾ അനേകർ പ്രാപിച്ചവരല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഒരുപാട് പ്രതിസന്ധികൾ വരും. ചിലപ്പോൾ മക്കളിലൂടെ ആയിരിക്കും ശത്രുവായൻ കളിക്കുന്നത്. ചിലപ്പോൾ ഭർത്താവിലൂടെ ആയിരിക്കും, ഭാര്യയിലൂടെ ആയിരിക്കും, മാതാപിതാക്കളിലൂടെ ആയിരിക്കും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ വീണ് പോയാൽ അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയുമില്ല. അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ആർക്കും ശിഖ എന്നെ ശ്രദ്ധിക്കണം. അവർക്ക് ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുമില്ല. പിന്നെ ദൈവത്തിന് സ്തോത്രം, നമ്മൾ തള്ളപ്പെടുകയും ചെയ്യും. അതിനേക്കാളും നല്ലത് മനുഷ്യർ പല രീതിയിൽ നമുക്കെതിരെയൊക്കെ തടസ്സം ചെയ്യും. പക്ഷേ ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാം, എത്രയും പെട്ടെന്ന് കുറവുകളെ ഉണർന്ന് കരിക്കട്ടകളെല്ലാം ഒരു തീ കഷ്ണമായി മാറിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നടുവിലൂടെ പോകേണ്ടി വരും. ലാസ്റ്ററിന് എന്താ ഉണ്ടായിരുന്നത്? ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പറയും സിസ്റ്ററിന് എല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. സ്തോത്രം. അല്ലെ, സിസ്റ്ററിനൊക്കെ കുറച്ചെങ്കിലും വന്ന് എന്നാ വന്നേ? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അനേകർക്കറിയാം എന്നാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കും. ബാക്കിയെല്ലാം നമുക്ക് ദൈവം തരും. ലാസറിന് എന്താ ഉണ്ടായിരുന്ന സ്നേഹിതരെ? എന്നിട്ടും യേശുവിനെ തള്ളിക്കളഞ്ഞു. ഇല്ല, അയാൾ എവിടെ പോയി? കർത്താവിൻ്റെ അടുത്ത് പോയി. മറക്കരുത് ഈ വരി. ഞാൻ എപ്പോഴും ആരാധിപ്പിക്കുന്ന വചനം പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് വേണം. നമ്മൾ ഇവിടുത്തെ പരദേശികളാണ്. ഈ ദേശം നമ്മുടേതല്ല, പരദേശികളാണ്. പാട്ടുകാരൻ പാടി, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശി നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം അവനവകാശവാചനം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം അവനവകാശവാചനം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി നാം അവനവകാശ
അവനവകാശമാജനമാം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാജനമാം ധീര ധീര ധീരയാൽ അണിധീര തീടുവിൻ കുരിശിൻ പടയാളികളെ ധീര ധീര ധീരയാൽ അണിധീര തീടുവിൻ കുരിശിൻ പടയാളികളെ ജയ 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 കാളമൂതിടുവിൻ ജയ വീരനാമേശുവിനെ ജയ 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 കാളമൂതിടുവിൻ ജയ വീരനാമേശുവിനെ യഹോവാ ദൈവമാ വിശുദ്ധ ജാതിനാം അവനവകാശമാ ജനമാ യഹോവാ ദൈവമാ വിശുദ്ധ ജാതിനാം അവനവകാശമാ ജനമാ യഹോവാ ദൈവമാ വിശുദ്ധ ജാതി അവനവകാശമാ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ ജാതികളാണ്, വിശുദ്ധ വംശമാണ് എന്നുള്ള കാര്യം മറക്കല്ല്. പിന്നെ പരദേശിയാണ് നമ്മൾ. ഇവിടുത്തെ നമ്മുടെ പപ്പന ഒന്നും സ്വന്തമല്ല. ഇതെല്ലാം ഒരു ദിവസം ഇതെല്ലാം പോകും, ഇവിടെ വിട്ടിട്ട് പോകും. നമ്മുടെ നാട് സ്വർഗ്ഗമാണ്, എന്നേക്കും വസിക്കുന്ന നാട് സ്വർഗ്ഗമാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ ഇത് പ്രസംഗിച്ചിട്ട് കൊതിയിരുന്ന് ചോദിക്കും. എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഇതാണ് സ്നേഹിതരെ. തിരിച്ചറിവ് വന്ന ശേഷമാണ് എന്തുണ്ടെന്ന് സ്നാനം. എവിടെ കിടക്കുന്നു? മർക്കോസ് 16-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. 16:16 വേഗം വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോട് അകപ്പെടുമെന്ന് എവ പോകുന്നു? ശിക്ഷാവിധിയിൽ പോകുന്നതാണ് അർത്ഥം. വചനം വാള് പോലെയാണ്. നമ്മൾ വിശ്വസിക്കണം, അടുത്തെന്ത് ചെയ്യണം? സ്നാനപ്പെടണം. പെട്ടില്ലെങ്കിൽ താഴത്തവരിൽ എന്തോ നടക്കുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ. എന്നൊന്ന് ശിക്ഷാവിധി? നരകമെന്ന ശിക്ഷാവിധി. അവിടെ ഇവിടുത്തെ പോലെ 80, 90, 100 വയസ്സാണ്. അതുകൊണ്ട് നമ്മൾ സ്വത്രം മുഷ്ടി യുദ്ധം കാണിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി. ഒരു ഫാമിലി സ്നാനപ്പെടാൻ വേണ്ടി പേര് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വത്രം അവരുടെ കൂട്ടത്ത് സ്നാന ക്ലാസ്സിന് പങ്കെടുത്ത് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആമേൻ കരിക്കട്ടയെ കിടക്കുന്ന കഴിഞ്ഞ നാളിൽ സ്നാനപ്പെട്ടവരാണ് ഇന്ന് ദൈവത്തിൻ്റെ സ്വത്രം അനേകരെ കരയിപ്പിക്കുന്ന വാക്കുകൾ. ഭാര്യയെ കരയിപ്പിക്കുന്നു, ഭർത്താവിനെ കരയിപ്പിക്കുന്നു, മക്കളെ കരയിപ്പിക്കുന്നു, മക്കളെ ആവശ്യമില്ലാത്ത കരയിപ്പിക്കുന്നു, ഷാമ്പ് വിട്ട് കരയിപ്പിക്കുന്നു. സ്വത്രം മാതാപിതാക്കളെ മോശം വാക്കുകൾ പറയുന്നു. തീരെ ഏറ്റവും ഹീനമായിട്ടുള്ള, ഒരിക്കലും ഒരു മക്കളുടെ വായിൽ നിന്ന് വരാത്ത വാക്കുകൾ മാതാപിതാക്കളെ പറഞ്ഞ് കരയിപ്പിക്കുന്നു. എവിടെ കൊണ്ടുവയ്ക്കും പാപം? ഓ ജീസസ്, അല്ലേ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? എന്തോന്നാ? ഓ ജീസസ്, ഭയമില്ലേ നമുക്കൊരു പേടി വേണം. നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ഒരു പേടി നമുക്ക് വേണം. ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇവിടുത്തുകാരല്ല, അതുകൊണ്ടൊരു പേടി നമുക്ക് വേണം. നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. നമുക്ക് മറ്റൊരു സ്ഥലമുണ്ട്. ലാസറിന് എന്താ ഉണ്ടായിരുന്ന? ഒന്നുമില്ലായിരുന്നു സ്നേഹിതരെ. വീടുമില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. പക്ഷെ അയാൾക്ക് യേശു ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, യേശു ഉണ്ടായിരുന്നു. നമുക്കിവിടെ എന്തുണ്ടെങ്കിലും ഞാൻ പറയാം, അത് ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വരിയാണ്. ഞാൻ എപ്പോഴും പറയും, ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ അകത്തില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് അല്ലെങ്കിലും പ്രയോജനമില്ലെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു, പോകുന്നു, വരുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നൊരു സമയം വരും. ആർക്കും രക്ഷിക്കാനും പറ്റത്തില്ല, ആർക്കും നമ്മളെ സഹായിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പിന്മാറി നിൽക്കുന്നവരോട് ഞാൻ പറയാം, സ്നേഹിതരെ, പെട്ടെന്ന് കർത്താവിൻ്റെ സന്നിധി മടങ്ങി വന്നില്ലെങ്കിൽ തള്ളപ്പെട്ടിട്ട് അവസാനം അപ്പനെ നോക്കുക, അപ്പൻ കർത്താവിൻ്റെ അടുത്ത് കയറിപ്പോവും. അമ്മയെ നോക്കുമ്പോൾ അമ്മ കയറിപ്പോവും. സഹോദരങ്ങളെ നോക്കുമ്പോൾ അവർ കയറിപ്പോവും. ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കയ്യും കാലും അടിച്ച് എതിർ ക്രിസ്തുവിൻ്റെ കരത്തിനകത്ത് വീഴുന്നതിനേക്കാളും നല്ലത് സ്നാനപ്പെടാത്തവരെല്ലാം സ്നാനപ്പെടണം. സ്വത്രം രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. അകന്ന് മാറി കിടക്കുന്നവരെല്ലാം അടുത്ത് വരണം. പാവം ഏറ്റു പറയേണ്ടവരല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഞാൻ സ്നാനപ്പെടും മുമ്പ് വചനം ഇവിടെ ഇരുന്ന് കേട്ടു. വചനം കേട്ടപ്പോൾ എൻ്റെ ബന്ധുവിനോട് ഞാൻ സ്വത്രം ഭയങ്കര പിണക്കമായിരുന്നു. ഞാൻ ഓടിപ്പോയി ആ ബന്ധുവിനോട് ചെന്ന് ഞാൻ പാപ്പ് പറഞ്ഞ് മിണ്ടി സംസാരിച്ചു. എനിക്ക് സമാധാനം. ഇതാ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്വത്രം പോയി, അവരെ വീട്ടിൽ പോയി. അവരിന്ന് അവിടെ ആരാധനയ്ക്കും വന്നു. ദൈവത്തിന് സ്വതന്ത്രം എന്തുകൊണ്ടാണ്? അവർ പോയി മാപ്പ് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. അപ്പോൾ ആ ബന്ധു എന്ത് ചെയ്തു? ആരാധനയ്ക്കകത്ത് കടന്നു വന്നു. അവരുടെ വീട്ടിലുള്ള ആരാധനയ്ക്കകത്ത് കിടന്നു. ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നത് എന്താ? എന്നും സോറി പറയാനല്ല, എന്നും സോറി പറയാനല്ല. ഇന്നും സോറി പറഞ്ഞ് നാളെയും പറഞ്ഞ് മറ്റന്നാളും പറഞ്ഞ് എന്തോന്ന് സോറി. ദൈവത്തിന് സ്വത്രം അങ്ങനെയല്ല. ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഒരു ക്ഷമ പറയേണ്ടി വരും. അത് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് അടുത്ത ഓരോ ദിവസവും ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കണം. ദൈവകൃപയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. ഓരോ നിറവിനോളം നിറഞ്ഞുകൊണ്ടിരിക്കണം. പാപത്തെ ജയിച്ചുകൊണ്ടിരിക്കണം, ദുഷ്ടനെ ജയിച്ചുകൊണ്ടിരിക്കണം, അന്ധകാര ശക്തികളെ ഉടച്ചുകൊണ്ടിരിക്കണം. സ്വത്രം സാഹചര്യം ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കത്തില്ല, നമുക്കെല്ലാം എതിരായിരിക്കാം. സാഹചര്യവും സാധ്യതകൾ എതിരായിരിക്കാം. ചിലപ്പോൾ അപ്പൻ നമുക്കെതിരായി സംസാരിക്കും, അമ്മ നമുക്കെതിരായി സംസാരിക്കും. അപ്പോഴും എൻ്റെ ദൈവം പറഞ്ഞൊരു വരിയുണ്ട്, മൗനമായിരുന്ന്
ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നീ മൗനമായിരുന്ന് ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞോ, നീ മൗനമായിരുന്ന മാത്രം മതി എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. മൗനമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നമ്മൾക്ക് തരുന്ന ഈ ആയുസ് സ്വത്രം ക്രിസ്തുവിനായി ജീവിച്ച് അതിലൂടെ ദൈവം എന്തൊക്കെ തന്നാലും അതൊന്നുമല്ല ദൈവത്തിന് സ്വത്രം. അതിലൊന്നും പിടിക്കരുത്, ക്രിസ്തുവിനെ മാത്രം പിടിക്കണം. ഇന്ന് 4 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 500 രൂപയ്ക്കുമാണ് അടിയും വെട്ടും ചവിട്ടും കുത്തും. എനിക്കറിയത്തില്ല സ്വത്രം, സ്വത്തിന് വേണ്ടിയുള്ള വെപ്രാളം. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ, നരക തീക്കകത്തെ പോകും, നരക തീക്കകത്ത്. കുടുംബത്തിനകത്ത് പ്രാർത്ഥനയില്ല, ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധങ്ങളില്ല, വിശുദ്ധ ജീവിതമില്ല. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഭയമില്ല, മനുഷ്യരിൽ ദൈവ ഭയം ഇല്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തൻ്റെ കോപം വരാൻ നേരമായെന്നോർത്തിടുക വേഗം. മനുഷ്യരിൽ ദൈവം തൻ്റെ കോപം വരാൻ നേരമായെന്നോർത്തിടുക വേഗം. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. ഹല്ലേലൂയ. ണ്ടോ ദൈവത്തിന് സ്തോത്രം. വചനം മനസ്സിലാക്കി പാപക്ഷമ പ്രാപിച്ച് സ്തോത്രം ദൈവ ശക്തിയെ പ്രാപിച്ച് എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് എത്രയും പെട്ടെന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേര് പ്രാപിച്ച് നമ്മുടെ സ്വർഗം നമുക്ക് ഉറപ്പാക്കിയിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. ബാക്കിയെല്ലാം പിന്നത്തേതിന്, ബാക്കിയെല്ലാം പിന്നെ. ഞാൻ പറയാം, ഇത് ഈ ലോകത്തിലുള്ളത് ഒന്നുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത് നിത്യജീവനാണ്. പ്രധാനപ്പെട്ടത് സ്വർഗത്തിൽ എനിക്ക് എപ്പോൾ പോയാലും എനിക്ക് പോകാം എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുന്നതാണ് യഥാർത്ഥ ഒറിജിനൽ കാര്യം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കാര്യം അതെന്ന് വെച്ചാൽ സ്തോത്രം, ഞാൻ ഉറപ്പായിട്ട് പറയും, വേദപുസ്തകം പറയുന്നു, നീ എവിടെ പോകും എന്നുള്ളത് ഉറപ്പാക്കുന്നതും ക്രിസ്തു നിൻ്റെ അകത്ത് വരുന്നതും പോലത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിലൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. വിശ്വസിക്കുന്നവർ കണ്ടോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പാവം എന്തെന്നുള്ള അറിവ് ഇതിനകത്തിരിക്കുന്ന ഏതാണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പാവം എന്താണെന്ന് അറിയാം, ഇത് ചെയ്തുകൂടാന്നറിയാം, ഇത് തെറ്റാണെന്നറിയാം. അങ്ങനെയുള്ള പൈതങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങി സ്നാന ക്ലാസ്സിൽ ഇരുന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് സ്തോത്രം പഠിക്കാൻ വേണം, കർത്താവിനെ ആരാധിക്കാൻ വേണം. ക്ലാസ്സിൽ പോകുമ്പോൾ പല സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങളുടെ മുൻപിൽ വരും. അവിടെയൊക്കെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. നമ്മൾ ആ പാവത്തിൻ്റെ കൂട്ടുകാരല്ല, ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെ കൂട്ടുകാരാണ്. ഹല്ലേലൂയ. നമ്മൾ ഇരട്ടി പവറോടെ പുറത്തു വരണം, ഇരട്ടി ശക്തിയോടെ പുറത്തു വരണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ സ്തോത്രം പാക്കാണെങ്കിൽ നമ്മുടെ മടിയിൽ എന്ത് ചെയ്യും? ഇരിക്കും. കമുകായാൽ നമ്മുടെ കസ്റ്റഡി നിൽക്കത്തില്ല കുഞ്ഞുങ്ങൾ, അവർ ഒതുങ്ങത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടതാണ്, അപ്പൻ മോനെ കൊല്ലാനിരിക്കുന്നു, മോൻ അപ്പനെ കൊല്ലാനിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേട്ട കാര്യമാണ്, ഞാൻ എന്നോടൊന്ന് പറഞ്ഞ കാര്യം. കഴിഞ്ഞ ദിവസം വെള്ളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൻ മോനെ കൊല്ലാനിരിക്കുന്നു, മോൻ അപ്പനെ കൊല്ലാനിരിക്കുന്നു. മാറി മാറി വാളും വെച്ചോണ്ടിരിക്കുക. എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ കുറച്ച് വയസ്സേ ഉള്ളൂ. ദൈവത്തിന് സ്വത്രം 10, 20, 21 വയസ്സ് വരുമായിരിക്കും. ഞാൻ പറയുന്നത്, ആ കുഞ്ഞിൽ ദുഷ്ടൻ കയറിയിരിക്കുകയാണ്, ആ സഹോദരൻ ദുഷ്ടൻ കയറിയിരിക്കുക, രണ്ടുപേരും വാൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അപ്പൻ പറയുന്നത്, ഈ കുഞ്ഞ് വീട്ടിനകത്ത് കടക്കരുത്. സ്വന്തം അപ്പൻ പറയുന്നത് വീട്ടിനകത്ത് കടക്കരുത്, വീട് പൂട്ടണം. നോക്കിക്കേ, എന്തുകൊണ്ടാണ് കാര്യം? യേശു ആ കുഞ്ഞിൻ്റെ അകത്തില്ല, അപ്പൻ്റെ അകത്ത് യേശുവില്ല. സ്വത്രം അപ്പൻ ദൈവഭാഗത്ത് കീഴ്പ്പെട്ടെങ്കിൽ കുഞ്ഞും സൈലൻ്റായിട്ട് വരുമായിരുന്നു. ഒരു പക്ഷേ കർത്താവിൻ്റെ സന്നിധി അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ ക്രിസ്തുവിൻ്റെ അടുത്ത് വരും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലമുറകൾ ശരിയല്ലാതായി പോകും, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുൻ മുട്ടുമടക്കി അവരെ ബാക്കി എല്ലാത്തിനേക്കാൾ ഒന്നാമത് യേശുവിനെ കൊടുത്തിട്ട് സ്വത്ര ബാക്കി എല്ലാം കൊടുക്കും നിങ്ങൾ. ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, കുറവേ ഉള്ളൂ. എന്നെക്കാളും നിങ്ങൾ ശ്രേഷ്ഠരാണ്. ഞാൻ പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല. നഷ്ടമാകരുത്, നമ്മുടെ തലമുറകൾ നഷ്ടമാകരുത്, നമ്മൾ ആരും നഷ്ടപ്പെടരുത്. കർത്താവിൻ്റെ രാജ്യത്തിൽ കയറി പോകണം. കർത്താവ് വിളിച്ചവിടെ നമുക്കങ്ങ് കയറി പോകണം. വേറെ ഒന്നും, നമ്മളിവിടെ പരദേശികളാണ്, എന്നാൽ ഭാഗ്യശാലികളാണ്. ഭാഗ്യമുള്ളത് എന്തെന്ന് വെച്ചാൽ കർത്താവുള്ള മക്കളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ സ്വത്രം ധാരാളമായി അവിടെ ചെന്ന് കയറാം. അതുകൊണ്ട് സ്വത്രം പിന്മാറി നിൽക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് കപട വേഷമെല്ലാം, കർത്താവ് പറയുന്നു കപട വേഷം, ഹല്ലേലൂയ, ഒരു അഭിനയം, ഒരു നാടകം, അതെല്ലാം അഴിച്ചങ്ങ് കളയണം, അത് ചുട്ടെറിയണം. ഹല്ലേലൂയ. ആ ദുഷ്ടാത്മാവിൻ്റെ പദ്ധതികളെല്ലാം പൊളിച്ചങ്ങ് മാറ്റിയിട്ട് ദൈവാത്മാവിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ദുഷ്ടാത്മാവിനെ എന്നിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട്, സ്തോത്രം, കോപിപ്പിക്കുന്ന, പക വെച്ചുകൊണ്ടിരിക്കുന്ന, പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന, സ്തോത്രം, മറ്റുള്ളവരെ ശപിക്കുന്ന, മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന, ചീത്തവിളി മാത്രം വരുന്ന, അപ്പനെ അമ്മയെ വേദനിപ്പിക്കുന്ന ദുഷ്ടാത്മാവ്, അത് എന്നിൽ നിന്ന് വെട്ടിമാറ്റി അപ്പ അങ്ങയുടെ നല്ല ശുദ്ധ ആത്മാവിനെ, ലോകത്തെക്കാൾ വില പിടിപ്പുള്ളതാണ് പ്രാണന്റെ വില, ആത്മാവിൻ്റെ വില ലോകത്തെക്കാൾ വില പിടിപ്പുള്ളതാണ് ആത്മാവിൻ്റെ വില. ഈ വില നോക്കാതെ 5000 രൂപയ്ക്ക് ചീത്ത വിളിച്ച് വെട്ടി അടിച്ച് കുത്തി ചവിട്ടി തള്ളിയിട്ട് സ്വത്രം കണ്ടോ നിത്യജീവനെ നഷ്ടമാക്കിയത് കണ്ടോ. സ്വത്രം 2000 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് 500 രൂപയ്ക്ക് പൈസയുടെ പേരും പറഞ്ഞ്, പൈതലെ, നിൻ്റെ മുഴു ലോകത്തെക്കാളും വില പിടിപ്പുള്ള ആത്മാവിനെ
നീ തകർക്കാതെ ദൈവസന്നിധിയിൽ സറണ്ടറായി പിശാച് താനും സ്തോത്രം കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറഞ്ഞു, പിശാച് താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. പിന്നെ എത്ര അധികം ഒന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അപ്പോൾ വെളിച്ച ദൂതൻ്റെ വേഷങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് ക്രിസ്തുവേ എന്നിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അപ്പാ എനിക്കൊന്ന് രക്ഷപ്പെടണം. അപ്പോൾ ആരോടും പറയണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതി. അപ്പാ എനിക്ക് രക്ഷപ്പെടണം. ദൈവഭാഗത്ത് മുട്ടുമടക്കി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം, യേശുവേ എനിക്കൊന്ന് രക്ഷപ്പെടണം. അപ്പാ മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം. എൻ്റെ സ്വഭാവത്തിനകത്ത് ഞാൻ മാറി അകന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ഭക്തിയുടെ വേഷം ധരിച്ച് ക്രിസ്തുവിൻ്റെ ശക്തിയെ ത്യജിച്ച് പാപമനുഷ്യനായി ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും ജീവനില്ല. ദൈവം നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രവൃത്തി നോക്കുമ്പോൾ ആ പ്രവൃത്തി നേരുള്ളതായി കാണുന്നില്ല. അതുകൊണ്ട് ദൈവമേ സ്വത്രം, ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും ദൈവകൃപയോടെ ജീവിക്കാനൊരു കൃപ എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അടുത്ത വാക്യം വായിച്ചേ. ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ അടുത്ത വാക്യം വായിച്ചേ. ആകയാൽ നീ പ്രാപിച്ചത്, പണ്ട് നീ പ്രാപിച്ചൊരു ശക്തി ഉണ്ട്, അഭിഷേകമുണ്ട്. അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ ആൾ മാറും. ഞാൻ പറയും, എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ ശക്തി വന്നപ്പോഴാണ്. ദൈവത്തിന് സ്വത്രം. നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ ഞാൻ പറയും, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മിടുക്കൊണ്ടോ എൻ്റെ ഒന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ അഭിഷേകം വന്ന ശേഷമാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ഇഷ്ടം അടിച്ച് പൊളിച്ച് പണിതത്. ഞാൻ പറയും, ഒരു അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ, ഞാൻ പറയാം സത്യസന്ധമായ ആത്മാവ് ഒരാളിൻ്റെ അകത്ത് ഇറങ്ങിയാൽ ഹല്ലേലൂയ കത്തി എരിഞ്ഞ് അമരും. ജീസസ് 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 ഹല്ലേലൂയ. അഭിഷേകം മുഖത്തെ ഓടിക്കും, ബന്ധനങ്ങളെ അഴിക്കും, അവരെ തളച്ചിടാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും അഭിഷേകമുള്ള പൈതലിനെ ഒതുക്കാൻ പറ്റില്ല. ഓ ജീസസ് 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 ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവുള്ള പൈതൽ ദീപം നിൽക്കും, ഹയറായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ള പൈതൽ പാവത്തെ ജയിച്ചുകൊണ്ടിരിക്കും, ശക്തിക്ക് മീതെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും, ബലത്തിൻ്റെ മീതെ ബലപ്പെട്ടുകൊണ്ടിരിക്കും. പാവം ചെയ്യാനുള്ള താല്പര്യം വരുമെന്ന് കേട്ടാ ദൂരെ കൂടെ ഒരുപക്ഷെ വന്നെന്നിരിക്കാം, പക്ഷെ അവൻ ചെയ്യാതെ വണ്ണം ജയത്തോടെ മുന്നോട്ട് പോകും. കാരണം എന്താ? അഭിഷേകം അവരെ നിയന്ത്രിക്കും, അഭിഷേകം അവരെ നിയന്ത്രിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അനേകർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാപ മനുഷ്യനെ കൊല്ലുന്ന അഭിഷേകം വന്നിട്ടുണ്ടോ? ഓ ജീസസ് 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 ജീസസ്. പാപ മനുഷ്യനെ അവൻ തകർത്തൊതുക്കുന്ന അഭിഷേകം വന്നിട്ടുണ്ടോ? പാപ മനുഷ്യനെ അവൻ ഒന്നും ഇല്ലാതാക്കുന്ന ഒരു അഭിഷേകം വന്നിട്ടുണ്ടോ? ഞാൻ പറയാം, അത് ഒറിജിനൽ അഭിഷേകമാണ്. ഹല്ലേലൂയ. ഒറിജിനൽ അഭിഷേകം എൻ്റെ നിങ്ങളുടെ അകത്ത് വന്ന പാപ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കും. എവിടെ പോയാലും നമ്മളൊരു വെളിച്ചമായി തന്നെ നിൽക്കും. എവിടെ ഇരുന്നാലും ഒന്നിനോടൊരു അക്രാന്തം, ഒരു ആർത്തി വരത്തില്ല. കോടികൾ കൊണ്ടിട്ടാലും അത് പാപം ചെയ്യാൻ തോന്നത്തില്ല. സ്നേഹിതരെ, പട്ടിണി കിടന്നാൽ പോലും ഹല്ലേലൂയ, ഒരു പാവം നമ്മുടെ മുമ്പിൽ പണം കൊണ്ടുവന്ന വെച്ചാൽ പട്ടിണി കിടന്നാൽ പോലും എടുക്കാൻ തോന്നത്തില്ല. ഇതാ പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. പാവത്തിലുള്ള പണം വേണ്ട ആമേ എന്ന് തോന്നും, ആത്മാവ് തോന്നിപ്പിക്കും. ആമേ സ്വത്രം. മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന ഒരു മനസ്സല്ല ദൈവത്തിൻ്റെ ആത്മാവ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് വിടുന്ന ആത്മാവല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് താഴ്മയുള്ള ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലുള്ള ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കരുണയുള്ള ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷമിക്കുന്ന ആത്മാവാണ്. ഓ ദൈവത്തിൻ്റെ ആത്മാവ് ആമേ സ്തോത്രം. താഴ്മയുള്ള ആത്മാവ്, മനസ്സിലുള്ള ആത്മാവ്, ക്ഷമയുള്ള ആത്മാവ്. ഹല്ലേലൂയ. ജലത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ആത്മാവുമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. പഞ്ച ഇന്ദ്രിയങ്ങളെയും വെട്ടി ഒതുക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പഞ്ച ഇന്ദ്രിയങ്ങളെ വെട്ടി പൊളിച്ച് ആമേൻ പാപത്തിൻ്റെ ആമേ സകല പ്രവണതകളെയും പൊളിച്ചടുക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മാവ് നമ്മൾ എത്ര പേര് പ്രാപിച്ചിട്ടുണ്ട്? ഇത് പ്രാപിച്ചേ തീരൂ. ഈ ഹല്ലേലൂയ. അവർ മാതൃകയുള്ളവരായി മാറി. എന്തുകൊണ്ട്? അവരുടെ മേൽ ഭരിച്ച ആത്മാവ്, പരിശുദ്ധാത്മാവ്. അവർ തന്നെത്താൻ ത്യജിച്ചു. എന്തുകൊണ്ട്? ഒരു ശിഷ്യനായിരിക്കണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. നാൾതോറും തന്റെ ക്രൂശ് എടുക്കണം. ഓ സ്തോത്രം. ആമേൻ. ലാസറിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ തള്ളി കളയാതെ അയാൾ അനുഭവിച്ചു. ഹല്ലേലൂയ. അയാളുടെ പാക്കറ്റിൽ കോടികൾ ഉണ്ടായിരുന്നുകൊണ്ടാണോ? അയ്യോ, അയാൾക്ക് കോടികൾ ഉണ്ടായിരുന്നു, അയാൾക്ക് ഏക്കർ കണക്ക് വസ്തു എന്തോന്ന് വേണമായിരുന്നു, അതുകൊണ്ട് അയാൾ ദൈവത്തെ അങ്ങനെയാണോ? അല്ല. ഒന്നുമില്ലെങ്കിലും യേശുവാണ് വലുതെന്നുള്ളൊരു വെളിപ്പാട് പ്രാപിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതം ശുദ്ധിയാകണം ഭഗവാനങ്ങളെ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. സ്തോത്രം. എനിക്ക് നിങ്ങളോട് പറയുള്ളൂ, ഒന്ന്, സ്നാനപ്പെടാത്ത എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്പൻ്റെ മുമ്പിൽ സറണ്ടറായി പാവങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരണം. രണ്ട്, സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിച്ച് പിന്മാറി ഒരു കപട വേഷം ധരിച്ചിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും അങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ആ കപട വേഷത്തെ ചുട്ടെറിഞ്ഞ് അതിനി വേണ്ട, അതിനി ധരിക്കരുത്. ആ കപട വേഷം ചുട്ടെറിഞ്ഞ് കളഞ്ഞിട്ട് സറണ്ടറായി ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് എൻ്റെ യേശു മതി. ഓ അപ്പൻ്റെ സ്നേഹത്തിൽ എനിക്ക് ജീവിക്കണം. അപ്പച്ച ഒരു ദിവസമായാലും ഒരു വർഷമായാലും എത്ര കാലമായാലും എൻ്റെ അപ്പൻ്റെ വരവൂര് എനിക്ക് അപ്പൻ്റെ കൃപയിൽ എനിക്ക് ജീവിക്കണം. അപ്പ എന്തുണ്ടാകട്ടെ എന്തില്ലാകട്ടെ, ആരൊക്കെ എന്നെ തള്ളി പറയട്ടെ, ആരൊക്കെ എന്നെ ഉപേക്ഷിക്കട്ടെ, ആരൊക്കെ എന്നെ എന്തോ പറഞ്ഞുകൊണ്ട് എനിക്ക് അതൊന്നും വിഷയമല്ല, എൻ്റെ യേശുവാണ് എനിക്ക് വിഷയം എന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ കൊടുത്താൽ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ അതിലെഴുതിയിരിക്കുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അടുത്ത വരി,
ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യ സ്നേഹം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര സന്തോഷമായിരുന്നു അല്ലേ? വീടിനകമല്ല സ്വർഗ്ഗ തുല്യമായിരുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വീടിനകത്ത് എങ്ങനെ ഇരുന്നു? ഇന്ന് ആ പ്രാർത്ഥനകൾ ആരാധനകളൊന്നുമില്ല. ഇന്ന് ആ ദൈവ ഭയമില്ല. തലമുറകളെ ഒന്ന് പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച് മക്കളെ പ്രാർത്ഥിക്കുന്നെന്ന് പറയും. കുഞ്ഞു മക്കളെ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്താ? അവർ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം യേശുവില്ലാത്തൊരു ലോകത്തിലേക്ക് തലമുറകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം സ്നേഹിതരെ, ഹല്ലേലൂയ, ഈ അക്കറാന്തം പിടിച്ചുള്ള ഓട്ടത്തിനിടയ്ക്ക് ക്രിസ്തുവിനെ വിട്ടുള്ള ഓട്ടം പിന്നത്തെ കണ്ണീരിലേ തീരൂ. കരഞ്ഞാൽ തീരൂ, കരഞ്ഞാലും തീരത്തില്ല. ദുഃഖം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകൾ പാപത്തിലേക്ക് പോകുന്നത് കണ്ട് കരയുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുക്കൽ ഇരിക്കുമ്പോൾ അവരെ പിടിച്ചിരുത്തി ദൈവവചനം കൊടുത്ത് അവരെ ദൈവഭയത്തിലേക്ക് വിശുദ്ധിയെ തികച്ച് കർത്താവിൻ്റെ കാര്യത്തിന് അവർക്ക് മുൻഗണന കൊടുത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തണം. കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അവർ റിജക്റ്റ് ചെയ്യും. അവർ പറയും പറ്റത്തില്ല, എനിക്ക് ഇപ്പോൾ ഉണ്ട് ടെസ്റ്റ്, ഇപ്പോൾ ഉണ്ട് ക്ലാസ്, ഇപ്പോൾ ഉണ്ട് പരീക്ഷ എന്ന് പറയും. ബോട്ടക്കള്ളമൊക്കെ പറയും. അതെല്ലാം ചെന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ദൈവകാര്യത്തിന് മുൻ സ്ഥാനം കൊടുത്ത് അവരെ കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഒരുപക്ഷെ തെറ്റിപ്പോയാലും പിന്നത്തേതിൽ അവർ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. അവർ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിതരെ, യേശു ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ സമ്പത്തും വരും. അവർക്ക് എല്ലാം നന്മ. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, യേശു നിന്റെ മേലുണ്ടോ, നിന്റെ തലമുറകളുടെ മേലുണ്ടോ, ഉറപ്പായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ഇല്ലയോ, ചിലപ്പോൾ സമ്പത്തൊക്കെ പിടിച്ചു കൂട്ടിയാലും നന്മ പിടിച്ചു കൂട്ടിയാലും പേരും പ്രശസ്തിയും പിടിച്ചു കൂട്ടിയാലും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഒന്നും കാണാതെ പാവിയായിട്ട് തന്നെ പോകേണ്ടി വരും. മറ്റത് ക്രിസ്തുവിനെ കൊടുത്താൽ ആ തലമുറ സ്തോത്ര ഹല്ലേലൂയ മാതാപിതാക്കളോട് സ്നേഹമായിട്ടിരിക്കും. അല്ലെങ്കിൽ 4-5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ തലമുറ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വാളെടുത്ത് വെട്ടും. അപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പിന്നെ മറ്റൊരു സ്വഭാവമായി മാറും. പിന്നെ പള്ളി വരുന്ന പറയുമ്പോൾ വേറൊരു സ്വഭാവമാകും. ഇല്ല, വേറൊരു മൃഗത്തിൻ്റെ സ്വഭാവം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആയിരങ്ങളെ കണ്ടിട്ടില്ലേ? അവർ പിന്നെ സ്വത്രം മനുഷ്യനല്ല, മൃഗമാണ്. കൊച്ചു പിള്ളേർ 10, 15, 16 വയസ്സുള്ള പിള്ളേർ മൃഗങ്ങളാണ്. ചില പിള്ളേർ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല സ്നേഹിതരെ, അവരല്ല. ലഗ്യോൻ്റെ അകത്ത് ബാധ വന്നു. 6000 ഭൂതം വന്നപ്പോൾ എന്തായി തീർന്നു? അയാളിൽ ആ മനുഷ്യനിൽ ആ ബാധ നിറഞ്ഞപ്പോൾ അയാൾ വസ്ത്രം പോലും ധരിക്കാതായി. സുബോധമുള്ളവൻ വസ്ത്രം ധരിക്കത്തില്ലേ? വസ്ത്രം ധരിക്കും. ഭൂതം കയറിയാൽ എന്താ സംഭവിക്കുക? വസ്ത്രം പോലും ധരിക്കാൻ പറ്റാതായി, വീട്ടിനകത്തോളം കിടക്കാൻ പറ്റാതായി, അപ്പനെ അമ്മയും കരയ്ക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്വത്രം. ഈ ഭൂതം അഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അയാൾക്ക് സുബോധം വന്നു. അയാൾ വസ്ത്രം ധരിച്ചു, യേശുവിൻ്റെ പുറകെ നടന്നു. കണ്ടോ? അയാൾ ദൈവ പൈതലായി മാറി. സുബോധം വന്നു. നമ്മുടെ തലമുറകൾക്ക് സുബോധം വരണം. നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥന കേന്ദ്രങ്ങളായി ഭവനങ്ങൾ മാറട്ടെ. മാതാവ് പ്രാർത്ഥിക്കട്ടെ, പിതാവ് പ്രാർത്ഥിക്കട്ടെ, സഹോദരങ്ങൾ പ്രാർത്ഥിക്കട്ടെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിനകത്ത് വെളിച്ചം വരട്ടെ, ഇരുട്ട് നീങ്ങി പോകട്ടെ, സമാധാനം സ്വസ്ഥതയും കുടുംബത്തിനകത്തുണ്ടാകും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഞാൻ പറയാം, വരുന്ന നാളുകളിൽ ഈ തലമുറകളെല്ലാം തെറ്റിപ്പോകും. പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, പിന്നെ നിലവിളിച്ചിട്ടൊന്നും കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. എനിക്കറിയാൻ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങും. എനിക്കറിയാൻ ജീവിക്കാൻ. ഇന്ന് നമ്മളെ കൈക്കൊതുങ്ങുന്ന പിള്ളേരാണ്. നാളെ നമുക്കറിയത്തില്ലേ ഏത് ജയിലറക്കകത്താണ് പോയി വീഴുന്നത്? നമുക്കറിഞ്ഞുകൂടാ. ഏത് പോലീസുകാർ ഇടികൊള്ളാൻ പോയി വീണ് നമുക്കറിയത്തില്ല. അവർ ലഗ്യ തെറ്റിക്കഴിഞ്ഞാൽ സ്വത്രം പോലീസും പ്രശ്നമല്ല, പട്ടാളവും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. കാരണം ലഗ്യോനിൽ ബാധ കയറിയപ്പോൾ അവൻ ആരും ഒന്നും പ്രശ്നമല്ലാതായി മാറി. ഇന്ന് കൊച്ചു തലമുറകളിൽ പോലും ഞാൻ പറയാം, ദുർഭൂതങ്ങൾ നിറഞ്ഞ് കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പാപ വഴിയിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. അനാവശ്യ വാക്കുകൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഇന്നേ പിശാചിനാൽ പിടിപെട്ടിരിക്കുന്നു. ചില ദിവസം കഴിയുമ്പോൾ, ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിയുമ്പോൾ പിള്ളേർ അപ്പനോടും അമ്മയോടും പറയും, നിങ്ങളിനി എൻ്റെ കാര്യം നോക്കണ്ട, എനിക്ക് നോക്കാൻ അറിയാം. പിന്നെ കോളേജ് വിടാൻ പറ്റുമോ? കോളേജ് വിട്ട് എത്ര ദിവസം ആ മാതാപിതാക്കൾ പുറകെ പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാം, ആ വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞിനെ വളർത്തി വരുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്ന വേദന, ഓരോ കുഞ്ഞുങ്ങൾ വലുതായി ഓരോ പടി 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിലൂടെ ഞാൻ പോയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനകത്തൂടെ എല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിടിച്ചാൽ കിട്ടുന്ന വേദനയല്ല ഇതൊന്നും, പിടിച്ചാൽ കിട്ടുന്ന ദുഃഖമല്ല ഇതൊന്നും. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തലമുറകളെ പിടിച്ചിരുത്തിയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പരിധി വരെ എൻ്റെ ദൈവാത്മാവങ്ങ് തൊട്ട് കഴിഞ്ഞാൽ അവരങ്ങ് നിൽക്കും. അല്ലെങ്കിൽ ഒരു പരിധി വരെ നിന്ന് അഥവാ അല്പം താഴ്ന്നു പോയാലും അവർ മടങ്ങി ദൈവഭാഗത്ത് വരും. അല്ലെങ്കിൽ സ്തോത്രം, കിടക്കുന്ന ജയിലിറക്കകത്തായിരിക്കും. ഇന്ന ആളിൻ്റെ കുഞ്ഞ് അതാ കിടക്കുന്നു ജയിലിലെന്ന് പറയും. ഇന്ന ആളിൻ്റെ കുഞ്ഞ് മദ്യപിച്ച് റോഡിൻ്റെ സൈഡിൽ പോലീസ് പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറയും. നോയിക്കെ, ചിന്തിച്ചു നോക്കി. ഇന്ന ആളിൻ്റെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഇന്നതായിട്ട് അവിടെ കിടക്കുന്നു, അതാ അവൾ സുബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറയുന്നൊരു ന്യൂസാണോ നമ്മൾ കേൾക്കേണ്ടത്? അതോ ക്രിസ്തുവിൻ്റെ പൈതൽ
പറയുന്നത് കേൾക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. നാളെ നമ്മുടെ തലമുറകളെക്കുറിച്ച് എന്ത് കേൾക്കണം? മുഖത്ത് കർച്ചീപ്പ് മൂടി ഹല്ലേലൂയ ഫോട്ടോ എടുക്കാൻ വീഡിയോക്കാർ കൊച്ചു പിള്ളേരെ പിടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കണോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. കഴിഞ്ഞ നാൾ ഞാൻ കണ്ടൊരു 3-4 എനിക്ക് വചനം വേറെയാണ്, പക്ഷേ ആത്മാവ് എന്നെ കൊണ്ട് പറയുകയാണ്. ദൈവത്തിന് സ്വത്രം. കഴിഞ്ഞ നാളിൽ ഞാനൊരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടു. അത് അതിൻ്റെ പുറത്ത് അങ്ങനെ ആയതുകൊണ്ട് പോലീസ് പിടിക്കുന്ന രംഗവും ഈ കർച്ചീപ്പും ഞാൻ നോക്കിയപ്പോൾ കൊച്ചു മക്കൾ, എനിക്കറിഞ്ഞു എത്ര വയസ്സുണ്ടെന്ന്. അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ പ്രായമൊന്നും വരത്തില്ല. 10, 20, 21, 19, 20 വയസ്സേ വരുള്ളൂ. 3, 4 പിള്ളേർ ഇങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. അതിലൊരു പിള്ള കരഞ്ഞ് വിളിക്കണം, അയ്യോ സാറേ ഞങ്ങളെ വീഡിയോ പകർത്തല്ലേ, യൂട്യൂബിലിടല്ലേ, ലൈവിലിടല്ലേ, യൂട്യൂബിലിടല്ലേ, കരയുകയാണ്. ഉറങ്ങുന്ന നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണോ? കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ചേ. ഇത് കേൾക്കുമ്പോൾ ഉറക്കമാണോ? ഞാനിത് പറയുന്ന സംഭവ കാര്യമല്ലേ, ബൈബിളല്ലല്ലോ. അതല്ലേ കേൾക്കുമ്പോൾ ഉറക്കം വരുന്നത് നമുക്ക്. സംഭവം കേട്ടാലും ഉറക്കം വരുമോ സ്നേഹിതരെ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആ കുഞ്ഞ് കിടന്ന് അലർന്ന് ഇങ്ങനെയാണ്, അയ്യോ സാറേ പോലീസ് പിടിക്കുകയാണ്, വീഡിയോ പിടിച്ച് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ലൈവായിരിക്കാം എന്നാണ് എൻ്റെ ഓർമ്മ, സ്വത്ര ചിന്ത. പക്ഷേ ആ കുഞ്ഞ് കിടന്ന് വിളിക്കുകയാണ്. അവനൊരു 10, 19. ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. കാരണം ഇവനോടുള്ള വിരോധമല്ല. ദൈവമേ ഇവൻ്റെ ഭാവി, ദൈവമേ ഇതെല്ലാം ലോകം മുഴുക്ക ഇപ്പോൾ യൂട്യൂബ് വഴി ഈ പിള്ളേരെ ഭാവി എന്താകും? ജയിലിൽ കൊണ്ടുപോകാൻ പിടിക്കുകയാണ് ഒരു കൂട്ടം പേര്. 10, 19, 20 എത്രയുണ്ട് സ്നേഹിതരെ? എനിക്കറിഞ്ഞു പൊട്ടി ഞാൻ കരഞ്ഞു. പെട്ടെന്ന് മൊബൈലും കട്ട് ചെയ്ത് വെച്ചു. എനിക്ക് കാണാനുള്ള ശേഷിയില്ല. ഞാൻ പറയട്ടെ, ഇന്ന് എൻ്റെ യേശുവിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരിതിനകത്തൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ നാളെ വല്ല ജയിലിറക്കകത്തും ഇന്ന ആളിൻ്റെ കുഞ്ഞ് ദേ അവിടെ കിടക്കുന്നെന്ന് പറയും, ഇന്ന ആളിൻ്റെ കുഞ്ഞ് ദേ അവിടെ മുഖം മൂടി ഇങ്ങനെ കർച്ചീപ്പും വെച്ച് പിന്നെ പിടിക്കല്ലെന്ന് പറഞ്ഞ് കരയുന്നെന്ന് പറയും. അപ്പം പിടിച്ചാൽ വിടുവോ? ഓലത്താന്ന് സ്കൂളിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് 3, 4 കുഞ്ഞുങ്ങൾ മദ്യപിച്ചു. അവിടെ സ്വത്രം ഹല്ലേലൂയ. രക്ഷകർത്താക്കൾ ചെന്ന് കരയുകയാണ്, സാറേ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകല്ലേ. സംഭവം കുഞ്ഞിനെ കൊണ്ടുപോകരുതേ. ഒറ്റ രക്ഷകർത്താക്കളുടെ നിലവിളിക്കും ആ സാറന്മാർ മനസ്സറിഞ്ഞില്ല. മനസ്സിലാക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അവർക്ക് എന്തെല്ലാം കിട്ടി? ഇടി കിട്ടിക്കാണോ, അടി കിട്ടി? എനിക്ക് വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നു, കൊച്ചു കുരുന്ന് തലമുറ വരെ പാപത്തിൽ പിശാചിനാൽ പിടിപെട്ട് അവർ സുബോധത്തോടല്ല ഇതൊന്നും ചെയ്യുന്നത്. അവരിലൊരു പല ദുർഭൂതം ഒന്നിലധികം ദുഷ്ടാത്മാക്കൾ കയറി ഇരുന്ന് അവരെ ഭരിച്ച് അവരൊരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർ തൻ്റെ ഇടത്തോടെ പറയും, എനിക്കറിയാം ജീവിക്കാൻ, അപ്പൻ അമ്മ വന്നിരിക്കുന്നു, ഇറങ്ങി വെളിയിൽ. മക്കൾ ഇതുപോലെ മാതാപിതാക്കളോട് ഇറങ്ങി വെളിയിൽ. ഇതാരാ ഭരിക്കുന്ന കുഞ്ഞുങ്ങളെ? 10ലുള്ള കുഞ്ഞ് എത്ര വയസ്സായി? 15 വർഷം മുമ്പ്, 14 വർഷം മുമ്പ് നമ്മൾ തോളിലിട്ട കുഞ്ഞാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 14, 12 വർഷം മുമ്പ് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞാ. ദൈവത്തിന് സ്വത്രം. ആ കുഞ്ഞ് വെറും 12, 13 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ സംസാരം കണ്ടോ? ദൈവത്തിന് സ്വത്രം. അങ്ങനെയെങ്കിലും 5 വർഷം കൂടെ കഴിയുമ്പോഴോ? ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങളെ വചനം പറഞ്ഞു കൊടുത്ത് സ്നാനപ്പെടേണ്ട സമയമാകുമ്പോൾ സ്നാനത്തിലേക്ക് അവരെ നയിച്ച് അവർ പലതും പറയും, അടവ് ഇല്ല, വിടരുത്, രക്ഷകർത്താക്കൾ വിടരുത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധി ഇരുത്തി അവർ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ ഭയത്തോടെ പോകുമ്പോൾ അല്ലെങ്കിൽ ജയിലറകൾ അവർക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന ജയിലറകൾ സ്വർഗ്ഗം അടയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. ശത്രു ഒതുക്കി കളയുമെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങൾ സ്വർഗ്ഗം അടയ്ക്കും. യൂട്യൂബിലൂടെ മറ്റൊരു പിടിച്ച് ലോകം മുഴുക്ക അനാവശ്യമായി നാറ്റം കേസുകൾ, ആ പിശാചിൻ്റെ കെണികളെല്ലാം സ്വർഗ്ഗം കത്തിച്ച് കളയും. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ പാപം ചെയ്ത് പാപത്തിലേക്ക് വീഴരുത്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ദൈവവചനം കൊടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. വീട്ടിനകത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തി വേറെ ഒന്നും നിങ്ങൾ കൊടുത്തില്ലെങ്കിലും, ഞാൻ പറയാം, ആഹാരം കൊടുത്തില്ലെങ്കിലും, പഠിത്തം കൊടുക്കാൻ കുറഞ്ഞു പോയാൽ ഞാൻ കൊടുക്കലെന്നല്ല, ഇതൊന്നും ഞാൻ നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുകയല്ല. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ കൊടുത്തേ തീരൂ. നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് ക്രിസ്തുവിൻ്റെ സന്നിധി ഇരുത്തണം. പിന്മാറിപ്പോയ സ്നേഹിതരെ ഞാൻ പറയാം, യേശു ഇന്ന് വന്നാൽ നിങ്ങൾ തള്ളപ്പെടുക ഉറപ്പാണ്. ഇന്ന് കണ്ണടച്ച നരകത്തിലെ കണ്ണ് തുറക്കുള്ളെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സ്വത്രം പിന്മാറ്റക്കാരെല്ലാം മടങ്ങി വരണം. യേശു പറയും, നിന്നെ എനിക്കറിയത്തില്ല. തട്ടി വിളിച്ചു, 10 പേർ ഒരുങ്ങിയിരുന്നു, 10 പേരും കാത്തിരുന്നു. മത്തായി 25 നമുക്ക് എല്ലാവർക്കും അറിയാം, 10 പേരും മണവാട്ടികളായി കാത്തിരുന്നു. പക്ഷേ വിളിച്ചപ്പോൾ 5 പേരെ കയറിപ്പോയുള്ളൂ. 5 പേര് എണ്ണയും കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ എണ്ണ വാങ്ങി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തട്ടാൻ വന്ന കർത്താവ് പറയും, നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ? അത് കുറേ കാലം കൊണ്ട് എണ്ണ വാങ്ങി ഓടിക്കൊണ്ടിരിക്കുക. ഇത് പതിവ് തന്നെ. ഇത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക തന്നെ പതിവ്. എന്ന് പറഞ്ഞാൽ 1 ദിവസം 2 ദിവസം എണ്ണ വാങ്ങിയാൽ ഓടിയതല്ല, ഇത് സ്ഥിരം ഇത് തന്നെ. വചനം കേൾക്കുമ്പോൾ ഒരു എണ്ണ വാങ്ങിയ ഓട്ടവും ഒരു വെപ്രാളൊരു പെടയിലും കാണും. അത് കഴിയുമ്പോൾ ഇത് തണുക്കും, പിന്നെ ഈ കൃപയും പോകും, പിന്നെ ഇരട്ടി പാവിയായി മാറും. അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറയുന്നത്. സ്ഥിരതയോടെ നിന്ന് ക്രിസ്തുവിനെ ഉയർത്തി ജീവിച്ചോളണം, കർത്താവിൻ്റെ മഹത്വമായി മാറിക്കൊള്ളണം. അങ്ങനെ പോകുമ്പോൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലവും നമുക്ക് കിട്ടും. ക്രിസ്തുവിൽ നമ്മൾ ജീവിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം തരുവാൻ മനസ്സലിവുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ക്ഷമയുള്ള ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, അണയ്ക്കുന്ന ദൈവമാണ്, താങ്ങുന്ന ദൈവമാണ്.
നമ്മുടെ കുടുംബത്തെ പോറ്റുവാൻ ദൈവം മതിയാവനാണ്. നമ്മൾ യേശുവിനെ കൊടുത്താൽ കർത്താവിന് സന്നിധിയിൽ നമ്മൾ പ്രായം ചെന്ന് കയറിപ്പോയാലും നമ്മളെ മക്കൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. അവരെത്തേണ്ടടുത്ത് അവരെത്തുകയും ചെയ്യും. അവരിലൂടെ ദൈവം കൊടുക്കുന്ന തലമുറകളെ അവരെത്തിക്കേണ്ടടുത്ത് അവർ ദൈവകൃപയിൽ അവരെ ആക്കി അവരും എത്തേണ്ടടുത്ത് എത്തുവാൻ ഇടയായിത്തീരും. നമുക്ക് യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ പിന്നിലുള്ള തലമുറകളെല്ലാം അവർ യേശുവിലായി തീരണമെങ്കിൽ ഇന്ന് മുൻ തലമുറയാകുന്ന നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ സറണ്ടർ ആയാലേ നമ്മുടെ തലമുറകളും അടുത്ത തലമുറകളെല്ലാം യേശുവിനെ യഥാർത്ഥമായിട്ടൊന്ന് ആരാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് ജൽപ്പനങ്ങളും ജഡചിന്തകളും എല്ലാം മരിപ്പിച്ചിട്ട് ദൈവമുമ്പാകെ സറണ്ടറായിട്ട് പറ, അപ്പച്ച എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് ദൈവഭയത്തോടെ ജീവിക്കണം, എന്നെ ഒന്ന് തൊടണമേ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, സർദീസിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ഒരു സഭയ്ക്കകത്താണ് എല്ലാ ബന്ധക്കോസ്തുകാരും സ്വർഗ്ഗത്തിൽ പോകും. ഇല്ല സ്നേഹിതരെ, എല്ലാവരും പോകത്തില്ല. അടുത്ത വരി വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പള്ളിക്കകത്തുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. കുറേ എണ്ണം മരിച്ചു കിടക്കുകയാണ്, പാപത്തിൽ മരിച്ച് വീണ് കിടക്കുന്നു, നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നേരില്ല എന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അടുത്ത് നീ ഉണരാതിരുന്നാൽ നീ ഇതെല്ലാ വചനവും കേട്ടിട്ടും നീ ഈ വാക്യമെല്ലാം ബൈബിളിലുള്ള സത്യ കാര്യങ്ങളെ പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ടും നീ ഉണർന്നില്ലെങ്കിൽ അർത്ഥം എന്താ? നീ ഇതിലോട്ട് മുട്ട് മടക്കിയില്ലെങ്കിൽ, നീ പാപ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ, നീ ക്രിസ്തു തന്ന കൽപ്പനയാകുന്ന സ്നാനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടില്ലെങ്കിൽ, ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാ വചനവും കേട്ടിട്ട് ഹല്ലേലൂയ നീ മടങ്ങി വന്നില്ലെങ്കിൽ, അടുത്ത വരി ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ നീ അറിയാത്ത സമയത്ത് ഞാൻ വരും. ഹല്ലേലൂയ ഞാൻ ഇതെല്ലാം പറഞ്ഞു, വചനമെല്ലാം നിനക്ക് തന്നു, എന്നാൽ ഇത് കേട്ടിട്ട് നിനക്ക് മനസ്സാകരവില്ല, മടക്കി വരവില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. അടുത്ത വരി ഏത് സമയത്ത് നിന്റെ മേൽ വരുമെന്ന് നീ അറിയത്തില്ല. അടുത്ത് എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ഒറ്റ പള്ളിക്കകത്താണ് ഉടുപ്പ് മലിനമായവരുണ്ട്, മലിനമാകാത്തവരുണ്ട്. രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടെന്നോ പറഞ്ഞ ഒരു കൂട്ടത്തിലുള്ളവരാണ്. ഒരു കൂട്ടർ സ്വത്രം ഒരു അഭിനയം മാത്രമേ ഉള്ളൂ മലിനമായവർ, ഒരു കൂട്ടം പേർ മലിനമാകാത്തവർ, ഒരു കൂട്ടം പേർ യോഗ്യതയുള്ളവർ. അവർ വേറെ ആരെ നോക്കത്തില്ല. യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഉറച്ചു. അവർ നാട്ടുകാരെ വീട്ടുകാരെ ആരെ നോക്കത്തില്ല. അവരെങ്ങനെ ഇവരെങ്ങനെ മറ്റവരെങ്ങനെ ഇപ്പുറത്തവരെങ്ങനെ നോക്കത്തില്ല. അവർ യേശുവിനെ നോക്കി നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ, നല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാൻ. ചേർന്ന് നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ, നല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാ. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം ആമേ തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം ലോറി തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം അവ തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയ പൊരുൾ ലഭിച്ചിടും. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയ പൊരുൾ ലഭിച്ചിടും. ഭാരം പാവം ആമേ തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം ആമേ തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഹല്ലേലൂയ. എൻ്റെ ഒരു പിള്ള 2-3 വർഷം മുമ്പ്, 3 ഒരു 5 വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. സ്തോത്രം. ഹോസ്റ്റലിൽ പോയപ്പോൾ അവിടെ ഒരു 10 മണി കഴിയുമ്പോൾ ഹോസ്റ്റലിലെ പെൺകുട്ടികളെല്ലാം താഴെ വരും. ഇതിനകത്തുള്ള ആരുമല്ല. ഞാൻ 5 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. ഇപ്പോഴും ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുള്ളപ്പം. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്നപ്പോൾ രാത്രിയാകും വരും. പതുക്കെ എത്തി നോക്കുക റൂമിൻ്റെ അടുത്ത്. ആ റൂമിനകത്ത് ഈ കുഞ്ഞിനോട് കൂടെയുള്ള റൂമിനകത്തുള്ള കുട്ടികൾ താഴെ ഇറങ്ങി ആടിച്ച് പൂസായി കുടിച്ച് മാറായി. പെൺകുട്ടികളെ കാര്യം, ആൺകുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞ്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞ്. താഴത്തെ അതിൻ്റെ മുറ്റത്തൊരു ആ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ ഗേറ്റെല്ലാം ഉണ്ട്. അതിന് ഗ്രൗണ്ടിൽ നൃത്തം. അങ്ങനെ ആ കുഞ്ഞ് ആ ഹോസ്റ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പഠിക്കണ്ട,
സ്വത്രം അത് ഭയപ്പെട്ടു പോയി. ഒരാഴ്ച എന്തോ അവിടെ തങ്ങി. ഭയപ്പെട്ടു, ഉറക്കം പോയി, സ്വസ്ഥത പോയി. കാരണം പിള്ളേർക്ക് സുബോധമില്ല. മദ്യത്തിനും ലഹരി വസ്തുവിനും അടിമയായി പെൺമക്കൾ ഹോസ്റ്റലിൽ നടന്ന കാര്യമാണ് പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവിനെ കൊടുത്താൽ മക്കൾ എവിടെ പോയാലും ഞാൻ പറയാം, അവർ ക്രിസ്തു നിൽക്കും. ഹല്ലേലൂയ. മറക്കരുത്, ഒരു പള്ളിക്കകത്ത് 2 കൂട്ടരുമുണ്ട്. ഒന്ന് ആരാധിച്ച് അശുദ്ധിയോടെ ജീവിക്കുന്നവരുണ്ട്, ഒന്ന് ആരാധിക്കും തോറും വിശുദ്ധനാകുന്ന കർത്താവിനെ. പോരാട്ടം പോരി പിന്നിലുള്ളതെല്ലാം മറന്ന് മുന്നിലുള്ളത് ആഞ്ഞ് ഓടി വിരുദ് പ്രാപിക്കുന്ന യോഗ്യതയുള്ള മക്കളും ഉണ്ട് പള്ളിക്കകത്ത്. ഹല്ലേലൂയ. പള്ളിക്കകത്ത് യോഗ്യതയുള്ള അനേക മക്കളുണ്ട്. ദൈവത്തിന് സ്വന്തം അനേക മക്കളുണ്ട്. അവരാരോടും ഒന്നും പറയത്തില്ല. അത് കതിരി പോലെ കമന്നിരിക്കും. ആമ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എവിടെയും പൊങ്ങച്ചയില്ല, പരിഭവമില്ല, പരാതിയില്ല. പ്രശ്നം ഉണ്ടെന്നിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. കുടുംബത്തിനകത്തുണ്ടെന്നിട്ട് ഉണ്ട്, പുറത്തുണ്ടെന്നിട്ട് ഉണ്ട്. പക്ഷെ അവർക്ക് പരിഭവവും പരാതിയുമില്ല. അവർക്കറിയാം സ്വത്രം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിനകത്തൊന്നുമില്ല. അവർ ദൈവത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നുമില്ല. അതുകൊണ്ട് സ്വത്രം അവിടെ അതിലെഴുതിയിരിക്കുന്നു. വായിച്ചേ അടുത്ത വാക്യം കൂടെ. കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്, അടുത്ത് അവർ യോഗ്യന്മാരാകിയാൽ. കണ്ടോ, പള്ളിക്കകത്ത് യോഗ്യതയുള്ളവരുണ്ട്. ദൈവവചനം കേട്ട് വചനം പ്രകാരം ജീവിക്കുന്ന യോഗ്യതയുള്ളവരുണ്ട്, യോഗ്യന്മാരാകിയാൽ. അടുത്ത് വെള്ള ധരിച്ചുകൊണ്ട്. കണ്ടോ, വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ആരോട് കൂടെ? യേശുവിന്റെ കൂടെ നടക്കും, യേശുവിനോട് കൂടെ നടക്കും. അടുത്ത് ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. നോക്കി, വെള്ള ഉടുപ്പ് ധരിക്കും. അടുത്ത് അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ. പിന്മാറിപ്പോയതിന്റെ പേര് അവിടെ ഇല്ല. പിന്മാറിപ്പോയതിന്റെ പേര് എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. അപ്പൊ അവിടെ ഇല്ല. പള്ളി ഇരുന്നുണ്ട്, പിന്മാറിപ്പോയതിന്റെ പേര് അവിടെ ഇല്ല, മായ്ച്ചു. അപ്പൊ ഇവിടുന്ന് പോയാൽ നേരെ അറിയാമല്ലോ എവിടെയാണ് കണ്ണ് തുറക്കുന്നതെന്ന്. അവിടെ തുറക്കുള്ളൂ. കാരണം പിന്മാറിപ്പോയവരുടെ പേരുകളെല്ലാം സ്വത്രം അവിടെ മായ്ച്ചു കഴിഞ്ഞു. കർത്താവിന് അവരെ അറിയത്തില്ല. അറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് അവിടെ പേരുണ്ടായിരുന്നു. ഇന്ന് അറിയത്തില്ല. കാരണം പാപം മനുഷ്യനെ തെറ്റിച്ചു. സ്വത്രം. കർത്താവ് പറയുന്നു അവരുടെ പേർ, ആരുടെ പേർ? കർത്താവിൻ്റെ കൂടെ നടക്കുന്ന യോഗ്യതയുള്ളവരുടെ പേർ മായ്ക്കാതെ. അപ്പം ഭാവികളുടെ പേർ മായ്ച്ചു. അതിൻ്റെ അർത്ഥം അതാ. അടുത്ത വരി. എന്റെ പിതാവിന്റെ സന്നിധിയിലും. കണ്ടോ, പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അടുത്ത് ആത്മാവ് സഭകളോട് പറയുന്നത്. ഇത് പറയുന്നത് ആരാണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് തീരുന്നതല്ല ഇത്. കർത്താവിൻ്റെ അടുക്കൽ കയറി പോകും വരെ നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ പഠിക്കാൻ പോകുന്നിടത്തും സ്കൂളിലും കോളേജിലും ഭവനത്തിലും പുറത്തും അകത്തും ദേശത്തിലും ജോലിക്ക് പോകുമ്പോഴും നമുക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകാം. ഒരുപക്ഷെ ഇനി നിറയെ ജോലികൾ കിട്ടുന്നവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഏതൊക്കെ നിലവിൽ പോകുമ്പോഴും നമുക്കൊരു ഉറപ്പ് വേണം. നമ്മൾ പരദേശികളാണ്. നമ്മുടെ നാട് ഇവിടെയല്ല, സ്വർഗമാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഉപജീവനത്തിന് പോകണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷേ എൻ്റെ നാട് ഇവിടെയല്ല. ഞാൻ ജോലിക്ക് പോകുമ്പോഴാണ് യേശു വന്ന് അവിടെ കയറി പോയേ പറ്റൂ. ആ ഒരു ഉറപ്പോടെ വേണം എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. അല്ല എങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കണ്ണു തുറന്ന് പ്രതീക്ഷിക്കാത്ത രംഗങ്ങൾ കണ്ട് തിരിച്ചു വരാൻ പറ്റാത്ത നിലവാരത്തിൽ അലറുന്നതിനേക്കാളും നല്ലത് ഇന്ന് ഈ ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുന്നതല്ലേ സ്നേഹിതരെ. മത്തായിയുടെ സുവിശേഷം നമ്മൾ 2-3 ആഴ്ച കൊണ്ട് ചിന്തിക്കുന്ന ഒരു വാക്യമുണ്ട്. ഏതാണ്? സ്വത്രം. എന്താണ് 3 ആഴ്ച കൊണ്ട് പറയുന്നത്? അവസാനത്തോളം, നേരത്തെ കേട്ടുവിടെ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ കിടക്കുന്നു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിച്ചേ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒന്നുകൂടെ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ ചിന്തിച്ചു. സ്വത്ര അനേകർ അവസാനത്തോളം സഹിച്ചു നിന്നു, കർത്താവിൻ്റെ രാജ്യത്ത് കയറിപ്പോയി. എന്നാൽ അനേകരുടെ ആരംഭം കൊള്ളാമായിരുന്നു. കുറേ നാൾ എൻ്റെ ദൈവത്തിനായി ജീവിച്ചു, കുറേ നാൾ കഴിഞ്ഞ് അവർ പാപം ചെയ്തു, അവർ പിന്മാറി, അവസാനം നിത്യ നരകത്തിനകത്തേക്ക് പോയി. കരങ്ങൾ നടിച്ചേ. കൈത്താളത്താൽ പാടിയിടാന്ന ഹല്ലേലൂയ യേശുവിന്. കൈത്താളത്താൽ പാടിയിടാന്ന ഹല്ലേലൂയ യേശുവിന്. ഹല്ലേലൂയ രാജാവിന്. ഹല്ലേലൂയ ദൈവത്തിന്. ഹല്ലേലൂയ രാജാവിന്. ഹല്ലേലൂയ യേശുവിന്. ഹല്ലേലൂയ രാജാവിന്. ഹല്ലേലൂയ ദൈവത്തിന്. ഹല്ലേലൂയ രാജാവിന്. ഹല്ലേലൂയ യേശുവിന്. ഹല്ലേലൂയ രാജാവിന്. ഹല്ലേലൂയ ദൈവത്തിന്. ഹല്ലേലൂയ രാജാവിന്.
ദൈവത്തിന് സ്തോത്രം. അനേകര് കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിൽ നിന്നു, കർത്താവിൽ നിലനിന്നു, അവസാനം വരെയും കർത്താവിനായിട്ട് ഓടി കർത്താവിൻ്റെ രാജ്യത്തിൽ കയറിപ്പോയി. അനേകർ കർത്താവിനായിട്ട് ആരംഭം കൊള്ളായിരുന്നു, അവസാനം തകർന്നു എന്ന് കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചു. ഒരു ദിവസമോ 2 ദിവസമോ 2 മാസം ഓടി നിൽക്കേണ്ടതല്ല ക്രിസ്തുവിൻ്റെ പൈതൽ. ഹല്ലേലൂയ. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അപ്പോസ്തലനാകുന്ന പൗലോസ് പുതു നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ആമേൻ. ദമസ്കോസിൽ വെച്ച് വിളിച്ച് വേർതിരിച്ചു. ആ മനുഷ്യനെ തകർക്കാൻ ഒരുപാട് ശക്തികൾ ഇറങ്ങി വന്നു. ഓരോ ശക്തികളും തൻ്റെ മേൽ വരും തോറും ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ട് അതാണ് ക്രിസ്തുവിൻ്റെ പൈതൽ. സത്യത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച പൈതലിനെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ദുഷ്ട മണ്ഡലത്തിനും ആമേൻ 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 സത്യത്തിൻ്റെ ആത്മാവിനെ നീ പ്രാപിച്ചാൽ നിന്നെ ഒതുക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ ഒരു ദുഷ്ടാത്മാവിനും കഴിയത്തില്ല. ഒരു ദുഷ്ടാത്മാവിനും കഴിയത്തില്ല. ഒരു ദുഷ്ടനും കഴിയത്തില്ല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നീ സത്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നിന്നെ ഒതുക്കുവാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ നാളിൽ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താ ചിന്തിച്ചേ? ശിഷ്യന്മാരുടെ അടുക്കൽ ശൗൽ പോയില്ലേ? ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടു. സ്തോത്രം. ശിഷ്യന്മാരുടെ എന്താ പറഞ്ഞേ? സ്തോത്രം. ശിഷ്യന്മാരെ ദൈവദാസന്മാരെ, എൻ്റെ യേശുവിനെ ഞാൻ കണ്ടു കേട്ടോ, ആ വെളിച്ചം കണ്ടു കേട്ടോ, സ്വർഗത്തിലെ ദർശനം കണ്ടു കേട്ടോ, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് കേട്ട് കേട്ടോ, അനന്യാസ് എൻ്റെ അടുത്ത് വന്നു കേട്ടോ, എന്നെ തൊട്ട് കേട്ടോ, എൻ്റെ മേൽ ശക്തി പകർന്നു കേട്ടോ, ഞാൻ സ്നാനപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അംഗീകരിച്ചില്ല. അമ്മേ 12-ാം അമ്മേനെ സ്തോത്രം 10-ാം അധ്യായത്തിനകത്ത് അംഗീകരിച്ചില്ല. ആരംഗീകരിച്ചില്ല? ശിഷ്യന്മാർ അംഗീകരിച്ചില്ല. ആരംഗീകരിച്ചില്ല? 9-ാം അധ്യായം 26 ശിഷ്യന്മാർ അംഗീകരിച്ചില്ല. എന്നാൽ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്വർഗം അംഗീകരിച്ചു. 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോൾ അമ്മേ ശിഷ്യന്മാർ അംഗീകരിക്കാത്ത ശൗലിനെ സ്വർഗം അംഗീകരിച്ചു. സ്വർഗം ഡോർ അങ്ങോട്ട് തുറന്നു. അഭിഷേകത്തിൻ്റെ ഒരു നദി അവനിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്തിറങ്ങി. ഹല്ലേലൂയ. ശൗൽ പ്രാർത്ഥിച്ച സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി. സ്വർഗം ഇറങ്ങി നിന്ന് അവനെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ശൗലിനെ ബർന്നബാസിനെ എൻ്റെ വേലയ്ക്ക് വേർതിരിക്കുക. ആമേൻ. ശിഷ്യന്മാർ കണ്ടില്ലെങ്കിലും, ദേശം കണ്ടില്ലെങ്കിലും, ഒരു ദൈവമകനെ, ഒരു ദൈവമകളെ സ്വർഗം കാണുന്നുണ്ട്. പട്ടണം കാണണ്ട, ദേശം കാണണ്ട, അയൽക്കാർ കാണണ്ട, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സാനി എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അഖില എന്നെ ശ്രദ്ധിക്കണം. ശിഖ എന്നെ ശ്രദ്ധിക്കണം. കുഞ്ഞവിടെ നിന്നോളൂ. കാരണം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഹല്ലേലൂയ. ആരും കണ്ടില്ലെങ്കിലും, ശിഷ്യന്മാർ കണ്ടില്ലെങ്കിലും, നാട്ടുകാർ കണ്ടില്ലെങ്കിലും അവർ ചേർത്തില്ല. അപ്പോസ്തലൻ അങ്ങ് മാറിപ്പോയി. എന്നെ ആരും ചേർത്തില്ലെങ്കിലും. എന്നിട്ടും നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആരുടെ അടുക്കലെങ്കിലും ഒന്ന് പോയിട്ട് നമ്മൾ ആരും കൈക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്മാറൂല്ലേ? ഹല്ലേലൂയ. ഉദാഹരണമാണേ. അല്ലെങ്കിൽ പാസ്റ്ററോട് ചോദിച്ചെന്നിരിക്കട്ടെ, ഇന്ന് നീ പാടണ്ട, ഇനി ഒരു ദിവസം പാട്ട് തരാമെന്ന് ഞാൻ അന്നിറങ്ങും ഇവിടുന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അന്ന് ഇറങ്ങിയിരിക്കും. അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ പാട്ട് കിട്ടുന്ന പള്ളിയിൽ പോയിരിക്കും, അടുത്ത പ്രസംഗം കിട്ടുന്ന പള്ളിയിൽ പോയിരിക്കും, അടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സ്ഥാനം കിട്ടുന്ന പള്ളിയിൽ പോയിരിക്കും സ്നേഹിതരെ. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൽ നിൽക്കുന്നവൻ ശിഷ്യൻ ചേർത്തില്ലെങ്കിലും, സ്ഥാനം കിട്ടിയില്ലെങ്കിലും, പദവി കിട്ടിയില്ലെങ്കിലും, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടോ? 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 നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു ദുഷ്ടമണ്ഡലത്തിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കഴിയത്തില്ല. ആത്മാവ് നിന്റെ മേലുണ്ടോ? ശൗലിനെ തകർക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അവന്റെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾക്ക് കഴിഞ്ഞില്ല. അവൻ നിരുത്സാഹപ്പെടുത്തും തോറും തീ പോലെ പുറത്തു വന്നു. ആമേൻ 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 ആമേൻ. അവനെ നിരുത്സാഹപ്പെടുത്തും തോറും സ്തോത്ര. ശിഷ്യന്മാർ ചേർത്തില്ല, അംഗീകരിച്ചില്ല. കർത്താവിനെ കുറിച്ച് കണ്ട വെളിപ്പാടുകൾ അവൻ പറഞ്ഞിട്ടും അംഗീകരിച്ചില്ല. എന്നാൽ അംഗീകരിച്ചൊരു സ്വർഗമുണ്ടായിരുന്നു. അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നൊരു സ്വർഗമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിലും സ്വർഗം നിന്നെ അംഗീകരിക്കുന്നുണ്ട്. സ്വർഗം നിന്നെ കാണുന്നുണ്ട്. സ്വർഗം നിന്നെ അറിയുന്നുണ്ട്. സ്വർഗം നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്നെ ലോകം അംഗീകരിച്ചില്ലെങ്കിലോ, നാട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിലോ, വീട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിലോ, സകലരും അംഗീകരിച്ചില്ലെങ്കിലോ, നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലോ, ഹല്ലേലൂയ, നിന്നെ അംഗീകരിക്കുന്നവരുണ്ട്. ആമേൻ. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നീ ഇറങ്ങി ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ തീയോടെ ഇറങ്ങി ചെല്ലുമ്പോൾ, ചിലർ പറയും വെളിച്ചപ്പാടാന്ന് പറയും കേട്ടോ. പേടിക്കണ്ട. നീ ഒറിജിനലാണെന്ന് നീ ഒന്ന് എങ്ങനെ ശോധന ചെയ്യണം? ശാന്തി സിസ്റ്ററിനെതിരെ നല്ല രീതിയിലുള്ള ഇങ്ങനത്തെ വാക്കുകൾ ഒരുപാട് കേട്ടു. എത്ര വർഷമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വണ്ടി പോകുമ്പോൾ അടുത്തുനിന്ന് പറയുന്നത് ഇതാണ് പറയുന്നത്, ഈ വാക്കാണ് പറയുന്നത്. ദേ പോകുന്നു വെളിച്ചപ്പാടത്തികൾ, എല്ലാം ഇതാ പോകുന്നു.
പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് എനിക്ക് ലജ്ഞയില്ല പറയാം. കാരണം ഞാൻ എന്നിട്ട് തിരിച്ചു വന്ന് വീട്ടിലിരുന്ന് നോക്കും. വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു? കർത്താവിൻ്റെ ആത്മാവുള്ളവനെ ഫലത്താൽ അറിയാം. ഞാൻ നോക്കും, കർത്താവേ, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ മക്കളോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളോട്, ദേശത്തോട്, എൻ്റെ സഭയിലുള്ള ജനത്തോട് എന്നിലൂടെ വരുന്ന ഫലങ്ങൾ ക്രിസ്തുവിൻ്റെതാണോ അല്ലയോ എന്നെനിക്ക് നോക്കുമ്പോൾ അത് തിരിച്ചറിയാം. ഇന്ന് പകൽക്കാലം നീ അത് നോക്കണം. ഓ ജീസസ്, ജീസസ്. നോക്കിയിട്ട് ക്രിസ്തുവിൻ്റെ ഫലമാണ് വരുന്നതെങ്കിൽ പേടിക്കരുത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പേടിക്കുകയും ചെയ്യരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പേടിക്കല്ലേ. ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ല വരുന്നതെങ്കിൽ, ആമേൻ, പന്ന സ്വഭാവങ്ങളാണ് വരുന്നതെങ്കിൽ അവർ പറഞ്ഞത് ഒരുപക്ഷെ സത്യമായിരിക്കുക. സറണ്ടർ ആകുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആമേൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മടങ്ങി വരിക. ഇത്രയേ ഉള്ളൂ വഴി. ഹല്ലേലൂയ. വേറെ ഒരു വഴിയുമില്ല. നമുക്ക് തന്നെ അറിയാം എന്താണ് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ സ്വഭാവം, അകത്തുള്ള ആഗ്രഹങ്ങളും ചിന്തകളും എന്താണ്, എന്തൊക്കെയാണ് ജഡത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അശുദ്ധി വരുന്നുണ്ടോ, പാപം വരുന്നുണ്ടോ, മറ്റുള്ളവരെ ശപിക്കുന്ന സ്വഭാവമാണോ, മറ്റുള്ളവരെ സ്വത്രം അറിയാത്തതും കൂടെ പറയുന്ന സ്വഭാവമാണോ എന്നൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് നോക്കണം. ഫലം ക്രിസ്തുവിൻ്റെതാണെങ്കിൽ പൈതലെ ഞാൻ പറയാ, നിനക്ക് ആര് ദുഷ്ടാത്മാവെന്ന് പറഞ്ഞാലും നീ പേടിക്കേണ്ട. നീ കല്ലുപോലെ നിന്നോ. ആമേ, നിന്നെ തൊട്ടടുത്ത അധ്യായത്തിൽ സ്വർഗം തുറന്ന് നിന്നെ ദൈവം വിളിക്കും. ജീസസ്, ജീസസ്, ജീസസ്. നിന്നെ മനുഷ്യൻ വിളിക്കണ്ട, ദൈവം വിളിക്കും. ദൈവം വിളിക്കും. ശിഷ്യൻ ചേർക്കണ്ട, സഭ ചേർക്കണ്ട, ദേശം ചേർക്കണ്ട. നിന്നിൽ യേശുവിന്റെ സ്വഭാവമാണെങ്കിൽ ദൈവം ചേർക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ശൗലിനെ ദൈവം നോക്കി. ആമേൻ, സ്വത്രം. ജനത്തിന് ശിഷ്യന്മാർക്കും കാണാൻ പറ്റിയില്ല, ഇവനെ ചേർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പിന്മാറിയില്ല. നമ്മളാണെങ്കിൽ ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് പിന്മാറിപ്പോകാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പിന്മാറിപ്പോകും. എന്നാൽ ശൗല് പറഞ്ഞില്ലടാ, ഇവിടുത്തെ ഒന്നും കണ്ടോണ്ടല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചത്. ഓ ഹോ ഹോ, ആമേ, ആമേ, ആമേ. ഇവിടുത്തെ ഒന്നും കണ്ടോണ്ടല്ല, എനിക്ക് ദൈവം തന്ന കൃപയെ നീ എത്ര തടയിടാൻ. എരിഹോ പോലെ എതിർപ്പുകളും പരാതികളും എൻ്റെ ചുറ്റും മതിൽ പോലെ നിന്നാലും എൻ്റെ അകത്തൊരാത്മാവുണ്ട്. അതിറങ്ങിച്ചെന്ന് ഇതിനെ ഇടിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ വെളിയിൽ വരും. ജീസസ്, 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 ജീസസ്. ദൈവത്തിന് സ്വത്രം. പതറിപ്പോവല്ലേ, തളർന്നു പോകല്ലേ. ശൗല് പതറിയില്ല കേട്ടോ. 13-ാം അധ്യായത്തിൽ സ്വർഗം തുറന്നു. 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്വത്രം. 14-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് വായിച്ച്. 14-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. അവസാനത്തോടെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അനേകർ ഇറങ്ങി. ആരംഭം കൊള്ളാമായിരുന്നു, ആദ്യ സ്നേഹത്തിൽ നിന്നു. കുറേ ദിവസം ദൈവത്തിനായിട്ട് ഓടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാപത്തിലേക്ക് വീണു, നിത്യ നരകത്തിനകത്തേക്ക് പോയി. എന്നാൽ കുറേ പേര് അങ്ങനെയല്ല. ആമേൻ. ആരംഭം കൊള്ളാം, അവരുടെ നടുവിലും കൊള്ളാം, സഭ പറയുന്ന സാക്ഷ്യം കൊള്ളാം, ദേശം പറയുന്ന സാക്ഷ്യം കൊള്ളാം. ഹല്ലേലൂയ. അവരുടെ കുടുംബം പറയുന്ന സാക്ഷ്യം കൊള്ളാം, അവരുടെ അവസാനം കൊള്ളാമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള സാക്ഷ്യം എങ്ങനെയാണ്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇക്കോനിയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. അടുത്ത് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. കണ്ടോ? ഇവിടെ സ്വീകരിച്ചില്ലെങ്കിലും അപ്പുറത്ത് സ്വീകരിക്കുന്ന, അപ്പുറത്ത് വിശ്വസിക്കുന്ന, എൻ്റെ യേശുവിനെ കണ്ടുമുട്ടാത്ത ഒരു കൂട്ടം പേരുടെ അടുക്കൽ ദൈവം അയക്കും. നിന്നെ ഒരു കൂട്ടം പേർ, നീ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടം പേർ നിന്നെ സ്വീകരിക്കാൻ തള്ളിക്കളഞ്ഞാലും അപ്പുറത്തൊരു കൂട്ടം പേർ നിന്റെ വായിലൂടെ വരുന്ന വചനം കേട്ട് രക്ഷിക്കപ്പെടുവാൻ, മനസ്സാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഒരു പാത്രമായി നിന്നെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പാത്രമാക്കി ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആര് ഇളകിയാലും, ആര് ഇളക്കി വിടാൻ നോക്കിയാലും ദൈവമകനെ, മകളെ, നീ ഇളകരുത്. ഇത് അന്ത്യകാലമാണ്. നിന്നെ പലതും പറഞ്ഞ് ഇളക്കി വിടാൻ നോക്കും, നീ ഇളകരുത്. അപ്പുറത്ത് ചെന്നു കേട്ടോ. ഹല്ലേലൂയ. അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു. അവിടെ ചെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, യേശു ജീവിക്കുന്നെന്ന്, യേശു മാത്രം കർത്താവെന്ന്. തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞു. ഒരുത്തനോട് പറയുമ്പോൾ നിന്നോട് പറയും, എനിക്കത് കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ തീർന്നില്ല. അതോടെ നമ്മൾ എന്ത് ചെയ്യും? തണുക്കില്ലേ? നിങ്ങളെ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പോഴവർ പറയും, ഒരുപാട് കേട്ടതാ, മതി, യേശു അല്ലേ എന്ന് പറഞ്ഞെന്ന് വെച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കേട്ട ഉടനെ, ഇനി ഞാൻ പറയണ്ട, ഇതല്ലേ ശൗല്. അതല്ല, പറഞ്ഞ വേറെ ആളുണ്ടെന്ന്. നിനക്ക് യേശുവിനെ വേണമെങ്കിൽ അടുത്ത അപ്പുറത്തവന് വേണമെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ഒരുവനോട് നീ സുവിശേഷം പറഞ്ഞു, അയാൾ അംഗീകരിച്ചില്ല. അപ്പോൾ ശൗല് പറയും, അവൻ അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട, അവൻ്റെ പുതപ്പും കൂടെ അവൻ അടുത്ത് എന്ന് അടുത്തവനോട് പറയും. ഇതാണ് ശക്തിക്ക് മീതെ ശക്തി എന്ന് പറഞ്ഞാൽ. ഒരാൾ പറയുന്ന നെഗറ്റീവ് വാക്ക് കേട്ട് സ്ട്രക്കായി നിൽക്കുന്നതല്ല ദൈവശക്തി എന്ന് പറയുന്നത്. ഒരാൾ നെഗറ്റീവ് വാക്ക് പറഞ്ഞാലും തൊട്ടപ്പുറത്ത് ആൾക്കാരുണ്ട്, കോടിക്കണക്കിന് ജനമുണ്ട്. അവരോട് ചെന്ന് സുവിശേഷം പറയും. നമുക്ക് കിടക്കയല്ല സ്നേഹിതരെ, തകർന്ന് മാറട്ടെ. ദൈവത്തിന് സ്വതന്ത്രം. ദൈവത്തിന് മക്കളെ,
നിന്ദിച്ച ആളാണെന്നും അവിടെ വെച്ച് എന്നെ ദൈവം പിടിച്ചതാണെന്നും ഇനി ഒരുത്തന് അഡ്രസ് കൊടുക്കണ്ട. അവൻ അറിയാം അവൻ പ്രാപിച്ച വെളിച്ചം എന്തെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇതുപോലെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കൃപയാണ് അമ്മ നിർത്തിയിരിക്കുന്ന കൃപയാണ്. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. ഒരുപാട് തടയിടുന്ന വാക്കുകൾ എല്ലാ മേഖലകളുടെ നടുവിൽ നിന്നും ആമൻ തലയ്ക്ക് മീതെ കുമിഞ്ഞു വരുമ്പോഴും എനിക്ക് അപ്പോൾ എൻ്റെ അടുത്ത അപ്പൻ ഇറങ്ങി എന്ന് പറയും, നിനക്ക് അന്ന് ഞാൻ കാണിച്ചെന്ന് വെളിപ്പാട് ഓർമ്മയുണ്ടോ? നിനക്ക് ഞാൻ ഇറങ്ങുന്നത് സംസാരിച്ചത് നിനക്ക് മറന്നുപോയോ? ഓ, ഞാനിത് കേൾക്കുമ്പോൾ നിനക്ക് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വെളിപ്പാടുകൾ, ആലോചനകൾ, ഓ ജീസസ് ജീസസ്, നിന്നെ ഒതുക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ തള്ളിയിടാൻ, നിന്നെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ്റെ ശക്തി ഒതുക്കാൻ പലരും നോക്കിയില്ലേ? കൃപയെ ഒതുക്കാൻ പലരും നോക്കിയില്ലേ? അഭിഷേകത്തെ ഒതുക്കാൻ പലരും നോക്കിയില്ലേ? അവൻ പറയും, എടാ പോടെ, നിന്റെ ജോലി നോക്കി. ഞാൻ ഡെമസ്കോസിൽ വെച്ച് നീ പറയുന്നതിനല്ല കണ്ടത്, ഞാൻ സർവശക്തനെ കണ്ടിട്ട് വന്നതാ. ഓഹോ, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടത്തില്ല. തീയിൽ കുരുത്ത് വന്ന പൈതൽ ഒരു വെയിൽ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഒരാൾ പിന്മാറ്റിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപാട് തള്ളിയിടാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വീഴാൻ പോകുന്നില്ല. കൃപ നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട അഭിഷേകം മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട കൃപ മടങ്ങി വരുന്നു. സ്വർഗത്തിലെ തീ നിന്റെ കയ്യിൽ ദൈവം തരും. നീ അവയെ തകർക്കും. ഓ, തീ 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 ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ തീ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ശിഷ്യന്മാർ കൂട്ടിയില്ലെങ്കിൽ അവനെ ദൈവം കൂട്ടി. ദൈവം ചേർത്ത് പിടിച്ചു. ദൈവം ചേർത്ത് പിടിച്ചെങ്കിൽ നോക്കിയേ, സുവിശേഷം പറയാൻ തുടങ്ങി. സുവിശേഷം മാത്രമല്ല പറയാൻ തുടങ്ങിയത്. അടുത്തത് 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ ജന്മന മുടന്തനായവനെ എഴുന്നേൽപ്പിക്കാൻ തക്കതായ ശക്തി. നീ ഒതുങ്ങിയിരിക്കല്ലേ? നിന്നെ മാതിരിട്ട് ഒതുക്കുമ്പോൾ കെട്ടുകളെ പൊട്ടിച്ച് ആത്മശക്തിയോടെ പുറത്തു വാ. അവനെ ഒതുക്കാൻ മനുഷ്യൻ നോക്കി ഒതുങ്ങിയില്ല. ശത്രു നോക്കി, പിശാച് നോക്കി, ദേശം നോക്കി, സകലരും നോക്കി. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ വരങ്ങൾ പ്രാപിച്ചുകൊണ്ട്, ഓരോ വരങ്ങൾ പ്രാപിച്ചുകൊണ്ട്, കാരണം ഡെമസ്കോസിലെ വെളിച്ചം നിന്റെ മേൽ അടിച്ചിട്ടുണ്ട്. ഇന്ന് 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 ഇതിനകത്ത് ചില മക്കളുടെ മേൽ ശക്തി ഇറങ്ങുന്നു. കോട്ടകൾ ഉടയുന്നു. ദൂട്ടന്റെ മണ്ഡലം അഴിയുന്നു. സാത്താന്റെ പോര് ഉടയുന്നു. അന്യായ ബന്ധനങ്ങൾ അഴിയുന്നു. മുഖത്തിന്റെ അമിക്കേറുകൾ കാത്തുന്നു. തീ 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 കത്തുന്നു. അമ്മേ, ശക്തി പ്രാപിച്ചോ, ബലം പ്രാപിച്ചോ, അഭിഷേകം പ്രാപിച്ചോ, ആത്മാവിനാൽ നിറഞ്ഞോ, ആത്മാവിനെ നിറഞ്ഞോ, ആത്മാവിന്റെ കൃപയാൽ നിറഞ്ഞോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശിംശോൻ എന്ന ഭക്തനെ കെട്ടി പൂട്ടിയിടാൻ ശത്രു ഉണ്ടല്ലോ, പൂട്ടിട്ടു. എന്നാൽ ഡോറിട്ടു, ചങ്ങളയിട്ടു. ആമേൻ. യവൻ മതിലിട്ടു. ഓ, ഗേറ്റ് പൂട്ടി. ഇവൻ ഇറങ്ങി ചെന്ന് ഗേറ്റിനെ തൂക്കിയെടുത്തോണ്ട് പോയി. ആമേൻ. അവനെ ഒതുക്കിയ ഗേറ്റിനെ അവൻ വേരോടെ പറിച്ചെടുത്തു. ജീസസ് ജീസസ്. നിന്നെ ഗേറ്റിട്ട് ഒതുക്കുവന്ന്, നിന്നെ അകത്തിട്ട് പൂട്ടുവന്ന്, ഇരുട്ട് നിന്നെ ഒതുക്കുവന്ന് അവകാശം പറയുമ്പോൾ നിന്റെ കയ്യിൽ അത് തരികയാ ദൈവം. അതിനെ ഊരിയെടുക്കാൻ. ഓ ജീസസ്. നിന്റെ തലമുറകളെ പൂട്ടിയ ബന്ധനങ്ങളെ അടിച്ച് അവരെ ഊരിയെടുക്കാൻ, ചില പിശാചിന്റെ മണ്ഡലങ്ങളെ ഉടച്ച് ഊരിയെടുക്കാൻ. ഓ ജീസസ് ജീസസ്. ഒരു ദൈവ മനുഷ്യനെ പൂട്ടാൻ, ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് തന്നെ ഒതുക്കാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും, ഓ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ അകറ്റാൻ. ഓ ആമേൻ. തീ തീ തീ. എല്ലാവരും പറ, കുഞ്ഞുങ്ങൾ പറ, പരിശുദ്ധാത്മാവേ എന്നിൽ, മക്കൾ പറ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. ഓ എല്ലാവരും പറ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. പറ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. പരിശുദ്ധാത്മാവ് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ ഒതുക്കുന്ന ശക്തിയെ തകർക്കാൻ എന്നിൽ അങ്ങ് നിറയുക. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, വാ തുറന്ന് പറ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. ഹല്ലേലൂയ.
നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മക്കളെ, കൊച്ചുമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. വരുന്ന നാളുകളിലെ പ്രവാചകന്മാരും പ്രവാചികളുമാണ്. ഓ, ദൈവവചനം പ്രസംഗിക്കേണ്ടവരാണ്. മരിച്ചവരെ ഉയർപ്പിക്കേണ്ടവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കേണ്ടവരാണ് നിങ്ങൾ. ഭൂതങ്ങളെ പുറത്താക്കേണ്ടവരാണ് നിങ്ങൾ. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു തലമുറയോട് ഞാൻ പറയട്ടെ, വരുന്ന നാളിൽ ക്രിസ്തുവിനെ ഉയർത്തേണ്ടവരാണ് നിങ്ങൾ. ജീസസ്, 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 ജീസസ്. നിങ്ങളുടെ കുടുംബത്തിൽ അംഗങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾ. ഓ ജീസസ്, ഹല്ലേലൂയ. ഒതുങ്ങിയിരിക്കരുത്. നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. കൊച്ചുമക്കൾ പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയുക. പറഞ്ഞേ, എന്നിൽ നിറയുക, എന്നിൽ നിറയുക. നിങ്ങളെ ഒതുക്കാൻ നോക്കും, നിങ്ങൾ ഒതുങ്ങരുത്. നിങ്ങളെ ഒതുക്കാൻ നോക്കും. മനുഷ്യൻ അതും ഇതും പറഞ്ഞ് ഒതുക്കാൻ നോക്കും. വീട്ടുകാരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് ഒതുക്കാൻ നോക്കും. നിങ്ങൾ ഒതുങ്ങരുത്. ശക്തിക്ക് മീതെ ശക്തി ധരിച്ചോളണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കൃപയ്ക്ക് മീതെ കൃപ ധരിച്ചോളണം. അഭിഷേകത്തിന് മീതെ അഭിഷേകം ധരിച്ചോളണം. ഹല്ലേലൂയ. ശൗല് വന്നപ്പോൾ അയാൾ ആദ്യം ആരും എന്ത് ചെയ്യില്ല, അംഗീകരിച്ചില്ല. ആദ്യം ചേർത്തില്ലല്ലേ, ചേർത്ത് പിടിച്ചില്ല. എന്നാൽ അവനെ ചേർത്ത് പിടിച്ചൊരു ദൈവം ഉണ്ടായിരുന്നു. അടുത്ത് വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഒരു വശത്ത് അവനെ അടിച്ചു ഓടിച്ചു, കുട്ടയ്ക്കകത്താക്കി അപ്പുറത്ത് കൊണ്ടുപോയി. എന്നാൽ മറുവശത്ത് ഒരു കൂട്ടം പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, തീ കഷ്ണമായി പുറത്ത് വന്നു. ജീസസ്. അയാളുടെ അഭിഷേകത്തെ ഒതുക്കാൻ ഒരുപാട് പേർ എഴുന്നേറ്റു, പറ്റിയില്ല. കാരണം അയാളുടെ മേൽ പകർന്ന ശക്തി സ്വർഗത്തിലെ ശക്തി. ഓ ജീസസ്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, മകനെ, മകളെ, എൻ്റെ നിന്റെ അകത്ത് ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉയരത്തിലേതാണ്. നിന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും അത് കാണാൻ പറ്റുന്ന അറിയത്തില്ല. പക്ഷെ ദമസ്കോസിൽ വെളിച്ചം കണ്ടവൻ തിരിച്ചു പറയും, എടാ നീ കണ്ടില്ല, ഞാൻ കണ്ടു, ഞാൻ കേട്ടു. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ. ഒരുത്തൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മനസ്സിലാകും. കാണാത്തവനോട് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഹല്ലേലൂയ. കണ്ടവൻ എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. ഇല്ല, അവരൊക്കെ എന്നെ തടയിട്ടാലും ഞാൻ അപ്പനെ ആരാധിക്കും. അവരെല്ലാം എന്നെ തടയിട്ടാലും ഞാൻ കൃപയ്ക്ക് മീതെ കൃപ പ്രാപിക്കും, ശക്തിക്ക് മീതെ ശക്തി പ്രാപിക്കും. എനിക്ക് തരുന്ന ആയുസ് മുഴുവൻ എൻ്റെ അപ്പനെ വിളിച്ച് പറയും. ആരൊക്കെ തടമിട്ടുകൊള്ളട്ടെ, ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും ആര് നിരുത്സാഹപ്പെടുത്തിയാലും എനിക്ക് വിഷയമില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ആദ്യം എന്ത് ചെയ്തു? ഒതുക്കാൻ നോക്കിയല്ലേ? അവിടെ നിന്ന് ഒതുക്കാൻ പറ്റിയില്ല, ചാടി ഇറങ്ങിയില്ലേ? ഓരോ പട്ടണങ്ങളിൽ സുവിശേഷം അറിയിച്ചുല്ലേ? എന്നാൽ ഇതുവരെ നടക്കാത്ത സംഭവം അടുത്ത് സംഭവിച്ചു. കാരണം എന്താ? ഇവനെ ഒതുക്കാൻ നോക്കും തോറും ഓരോ അഭിഷേകത്തിൻ്റെ മേൽ അടുത്തൊരു അഭിഷേകം പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു സങ്കടം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സങ്കടം പറയട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് പലതും സങ്കടം പറയാൻ വന്നില്ലേ, രാജാവാക്കാൻ വന്നില്ലേ, അവർ സങ്കടങ്ങളൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ എൻ്റെ സങ്കടം നിങ്ങളോടൊന്ന് പറയട്ടെ. എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ദൈവശക്തി ഒരാളുടെ അകത്ത് ഇറങ്ങിയാൽ ഈ വചനം കേൾക്കുമ്പോൾ ഉറക്കം വരത്തില്ല. 1. 2, ആരാധിക്കുമ്പോൾ കൈയടിക്കുക, അന്യഭാഷയും ചെയ്യും, പറയും, തുള്ളിച്ചാടുകയൊക്കെ ചെയ്യും. പക്ഷെ വചനം കേൾക്കുമ്പോൾ ആടി സ്വത്രം സ്വത്രം. എനിക്കറിഞ്ഞൂടാ, എനിക്കിങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. രാത്രിയും പകലും മുഴുവൻ ഇരുന്നാലും തീയുള്ളവൻ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇതെന്താണ് എന്നെ ഇങ്ങനെ അഭിഷേകമുണ്ട്, അന്യഭാഷയൊക്കെ ഞാൻ പറയുന്നുണ്ട്, കൃപയുണ്ട്. പക്ഷേ പാടുമ്പോൾ ഞാൻ ഭയങ്കര പാടി അങ്ങ് ആരാധിക്കും. പിന്നെ അത് കഴിയുമ്പോൾ എനിക്കിങ്ങനെ വിടുന്നു, ഭയങ്കര വിഷമം. ഞാൻ ഇന്നലെ പുന്നയ്ക്കാണ് ശ്രദ്ധിച്ചത്. ദൈവത്തിന് സ്വത്രം. അപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നി. കാരണം ഇവർ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അഭിഷേകം ഉണ്ടെങ്കിൽ പള്ളി വന്നിരിക്കുമ്പോൾ, ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നത് എന്തുകൊണ്ട്? അന്യഭാഷ പറയുന്നു, കൃപയുണ്ട്, കത്തി ജ്വലിക്കുന്നു, പാടുമ്പോൾ തുള്ളി ചാടുന്നു, 4 പേര് വേണം പിടിക്കാൻ. പിന്നെ വചനം പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുന്നു? അർത്ഥം എന്താ? വചനം ജീവനാ. ഇത് ആളി കത്തേണ്ടതല്ലേ? വചനമല്ലേ മനുഷ്യന് മാനസാന്തര രൂപാന്തരവും. ഓ ഹല്ലേലൂയ. വചനമല്ലേ കത്തി പടരുന്നത്? വചനമല്ല ഇരുവയിലുള്ള ഏതൊരു വാളിനെക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വരെ വേർപിരിക്കും വരെ തുളച്ചെഴുന്ന വചനമല്ലേ? ജീസസ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഭയങ്കര അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർ പോലും വചനം കേൾക്കുമ്പോൾ സ്വത്രം ചെല്ലു പറയുന്ന ഞാൻ കണ്ണടച്ചിരുന്ന് സ്വത്രം പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കണ്ണടച്ചിരുന്ന് വചനം കേട്ട് ഭയങ്കര ആഴമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി, അയവിറക്കി വചനം കേട്ട് ആഴമായിട്ട് അങ്ങ് ഇറങ്ങി ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോഴപ്പോഴാ ഇങ്ങനെ അങ്ങനെ ആട്ടിയിട്ട് ഒരു സ്വത്രം
പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഞാൻ ഒരു സത്യാവസ്ഥ പറയും. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നല്, നിങ്ങൾ അഭിഷേകത്തിൽ നിറഞ്ഞ് പാട്ട് പാടുമ്പോഴും അവിടെ ആരാധിപ്പിക്കുമ്പോഴും നല്ല ശക്തിയോടെ ആരാധിക്കുന്നു. നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഉറക്കുന്നെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ മുട്ടുമടക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ രക്ഷപ്പെടണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഹല്ലേലൂയ. ബാക്കി സ്വത്രം പറയേണ്ട കടമ എൻ്റെത്, രക്ഷപ്പെടേണ്ട കടമ നിങ്ങളുടേത്. ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളണം. സ്വത്ര. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉറക്കിയിടുന്നവൻ ഇരിക്കണോ അതിനെ അടിച്ച് പുറത്താക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപു കൂറുവീൻ. ആരാധന 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 അൻപു കൂറുവേ. ഇന്നും അധികമായി ആരാധിപ്പീൻ, ഇന്നും മാർഗമായി അൻപു കൂറുവേ. ഇന്നും അധികമായി ആരാധിപ്പീൻ, ഇന്നും മാർഗമായി മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപു കൂറുവേ. മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപു കൂറുവേ. ഓ ആരാധന 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 കൃപ. ഓഹോ. ആരാധന ആരാധന അൻപു കൂറുവേ. ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും മാർഗമായി. ഓ അൻപു കൂറുവേ. ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും മാർഗമായി. മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപു കൂറുവേ. ആരാധന 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 കൃപ. ഓ രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ആദികൾ മാറട്ടെ, മനസ്സിലെ ടെൻഷനുകൾ മാറട്ടെ, വരവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ മാറട്ടെ, കണ്ണുനീര് മാറട്ടെ, വഴികൾ തുറക്കട്ടെ, ശത്രുവിന്റെ പോരുകൾ ഉടയട്ടെ. ഓ ആരാധന 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകമുള്ള പൈതലാണെങ്കിൽ, നീ വെളിപ്പാട് പ്രാപിച്ച പൈതലാണെങ്കിൽ, നീ ദർശനം പ്രാപിച്ച പൈതലാണെങ്കിൽ, നിന്നെ ആര് കൊണ്ടുവന്ന് ഒതുക്കാൻ നോക്കിയാലും നീ ഒതുങ്ങാനും പോകുന്നില്ല, നിന്നെ ഒതുക്കാനും പറ്റത്തില്ല, നിന്നെ തകർക്കാനും പറ്റത്തില്ല. നീ ഓരോ ദിവസം തോറും ആത്മാവിൽ വളർന്ന് ശക്തിക്ക് മീതെ ശക്തി ധരിച്ച്, ബലത്തിന്റെ മീതെ ബലം ധരിച്ച് നീ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? പിന്നെ ഒതുക്കാൻ നോക്കി. ഇപ്പം എന്താ സംഭവിച്ചേ? ഇപ്പോൾ വചന ശുശ്രൂഷ മാത്രമല്ല, അടുത്ത വരി വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായമാണ് വായിക്കുന്നത്. 8 മുതൽ അങ്ങോട്ടുള്ള വാക്യം വായിച്ചേ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അടുത്ത് അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. ആ മനുഷ്യൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. രോഗിയായ മനുഷ്യൻ പൗലോസിനെ ഉറ്റുനോക്കി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താ? ഓ, അയാൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ജന്മന ഉള്ള രോഗമാണെങ്കിലും എൻ്റെ ദൈവം വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഓ ജീസസ് 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 ജീസസ്. ഇപ്പോൾ ഉണ്ടല്ലോ ഇറങ്ങുന്നത് രോഗശാന്തി വരവാ. നേരത്തെ പ്രസംഗിച്ചില്ലേ? ഒതുക്കാൻ നോക്കിയില്ലേ? ഇപ്പം അടുത്ത വരം അയാൾ അകത്ത് കയറി. ഏത് വരം? ഒതുക്കാൻ നോക്കിയപ്പോൾ അടുത്ത കൃപാവരം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വെളിപ്പെട്ടോന്ന് എനിക്ക് മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ഒതുക്കാൻ നോക്കിയപ്പോൾ അവൻ ശക്തിക്ക് മീതെ ശക്തി ധരിച്ചു. വീണ്ടും അവനെ തകർക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ അകത്ത് എന്ത് കയറി? സ്തോത്രം. ആമേൻ. ഒരു കൃപാവരം കൂടെ കയറി. ഏത്? രോഗശാന്തിയുടെ വരം. പ്രൈസ് ദി ലോർഡ്. ജന്മനാ രോഗിയായി കിടന്നവന് അവനെ ഊറ്റങ്ങോട്ട് നോക്കി. അടുത്തവർ വായിച്ചേ.
സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് നോക്കിയേ. പൗലോസ് വേറെ ഒന്നും ചെയ്തില്ല. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അടുത്ത വരി, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. എങ്ങനെ? ഓ ജീസസ്, എങ്ങനെ? എടാ, നിന്റെ മേലെ അഭിഷേകം ഉണ്ടെങ്കിൽ, സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ, നീ ദർശനം പ്രാപിച്ച പൈതലെങ്കിൽ, നിന്നെ ഒതുക്കാൻ നോക്കും തോറും നീ ശക്തിക്ക് മീതെ ശക്തി ധരിച്ചോണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിച്ച്. ഓ ജീസസ്, ജീസസ്, ജീസസ്. ആരൊക്കെ പറയും ഇന്ന് ആ കൃപ എനിക്ക് വേണമെന്ന് ആര് പറയും? കർത്താവ് എൻ്റെ മേലും ആ ശക്തിയെ തരിക, എൻ്റെ മേലും അഭിഷേകം തരിക, എൻ്റെ മേലും ആ കൃപാവരത്തെ തരിക. ഹല്ലേലൂയ. ഒതുക്കാൻ നോക്കിയവരുടെ കണ്ണിൻ്റെ മുൻപിൽ ജന്മനാ മുടന്തനായവൻ തുള്ളി ചാടി എഴുന്നേറ്റ്. ജീസസ്, ജീസസ്, ജീസസ്. കൃപ, 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 കൃപ മേൽ 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 കൃപ. ഓരോരുത്തരുടെ മേലും അഭിഷേകത്തിന്റെ തീ. അബ്സിൽ കണ്ട വെളിച്ചം കണ്ടവൻ, കർത്താവിന്റെ ശബ്ദം കേട്ടവന് ആരൊതുക്കാൻ വന്നിട്ടും അവന്റെ ആരംഭവും കൊള്ളാമായിരുന്നു. ആമേൻ. ശുശ്രൂഷ തുടങ്ങിയതും കൊള്ളാമായിരുന്നു. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനായി. അവനെ ദൈവം അറിഞ്ഞു, ദൈവത്തെ അവനും അറിഞ്ഞു. ജീസസ്, ജീസസ്. രണ്ടുപേരും ഒരുപോലെ അറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിച്ചു. ഓ ജീസസ്. അടുത്ത വാക്യം വായിച്ചേ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, അന്ന് കഴിഞ്ഞ നാളുകളിൽ അവനെ ഒതുക്കിയ പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നു പൗലോസിനെ പൊക്കാൻ തുടങ്ങി. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ പൗലോസ് താണ് വീണിട്ട് പറഞ്ഞു, നിങ്ങളിതൊന്നും ചെയ്യരുത്. ഈ സൗഖ്യമുണ്ടായത് യേശുവിൻ നാമത്തിലാണ്. ഓ ജീസസ്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളിലൂടെ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ. അതെ, തീ കത്തട്ടെ. ഇന്ന് വരെ യേശുവിനെ കണ്ടുമുട്ടാത്ത ജനത്തിന്റെ മേൽ പോലും നിന്നിലൂടെ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആലോചന ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിന്നിലൂടെ ഇതുവരെ ദൈവത്തെ കണ്ടുമുട്ടാത്തവർ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവ ശബ്ദം കേൾക്കാനും ഒരു വിടുതൽ പ്രാപിക്കാനും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന്. അതെ. ആ ശക്തിയെ പ്രാപിച്ചു കൊള്ളുക, ആ ബലം പ്രാപിച്ചു കൊള്ളുക, ആ കൃപയെ പ്രാപിച്ചു കൊള്ളുക, ആ അഭിഷേകത്തെ പ്രാപിച്ചു കൊള്ളുക, ആ ദൈവശക്തിയെ പ്രാപിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്വോത്രം. നോക്കിയേ, ഹല്ലേലൂയ. നോക്കിയേ, ഇപ്പം അവനെ ഒതുക്കാൻ നോക്കിയപ്പോൾ അവൻ ശക്തിക്ക് മീതെ ശക്തി വന്നോ, അതോ ആ പാവപ്പെട്ട മനുഷ്യൻ ചെന്ന് കരയുകയാണോ? പാവപ്പെട്ട മനുഷ്യൻ കരയുകയാണോ, അതോ ശക്തിക്ക് മീതെ ശക്തി വന്നോ? പറ. ശക്തിക്ക് മീതെ. എടാ, വെളിപ്പാട് പ്രാപിച്ചാൽ ഒതുക്കാൻ ആർക്ക് പറ്റും? ജീസസ്. ഇതാ വെളിപ്പാട് പ്രാപിച്ചവൻ. ഹല്ലേലൂയ. വെളിപ്പാട് പ്രാപിച്ച ചീത്തയും പിടിച്ച് പിന്മാറിയോ? നടക്കത്തില്ല. വെളിപ്പാട് പ്രാപിച്ചവൻ കർത്താവ് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മാർ തകർക്കാൻ കഴിയത്തില്ല. കാണുമ്പോൾ അറിയാം, ആ ജീവിതം കാണുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം. വെളിപ്പാട് കണ്ടവന്റെ ജീവിതം അതായിരിക്കും. ഹല്ലേലൂയ. അവരെ പുറകെ ഒരു വടിയും കൊണ്ട് ആരും പോണ്ട. വെളിപ്പാട് കണ്ടവൻ ആത്മാവ് നിയന്ത്രിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ അനേകർ പറയും, എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം. നീ പോകുന്നത് തീക്കകത്തോട്ടുള്ള വഴിയിലോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം നിന്റെ വീട്ടിലുള്ളവർ പറയുന്നത് നീ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന പാതയെന്ന് നോക്കാം. അപ്പോൾ ഉടനെ നീ തിരിച്ചു പറയും, പിശാചിൻ്റെ ആത്മാവ് വരുന്നുണ്ട്, പറയും എനിക്കറിയാൻ നോക്കാൻ. ഓർത്തോ, ചെന്ന് വീഴുന്ന തീക്കകത്താണ്. കീഴ്പ്പെടുന്ന ആളല്ല, കീറുന്ന ആളല്ല, മുട്ടുമടക്കുന്ന ആളുമല്ല നീ. ഹല്ലേലൂയ. ദൈവസന്നിധി വീണാ നിനക്ക് ഉറപ്പാ വിടുതൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാൻ പറ്റും ദൈവം ഇതിനെ, ക്രിസ്തുവിൻ്റെ പൈതലിനെ വേറിട്ടറിയാൻ പറ്റും. ആമേൻ. ആ പൈതൽ എവിടെ ഇരുന്നാലും അറിയാം. ഏത് രാജ്യത്തിൻ്റെ അറ്റത്ത് പോയാലും അറിയാം ആ കുഞ്ഞിനെ ആ ദൈവത്തിൻ്റെ പൈതലാണ്. അയാളിൽ ദൈവമുണ്ട്, അയാളുടെ ജീവിതത്തിൽ ദൈവമുണ്ട്, അയാളുടെ സ്വഭാവത്തിനകത്ത് ദൈവമുണ്ട്. കണ്ടോ, ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങാൻ പറ്റത്തില്ല. കാരണം ഒറിജിനൽ കള്ള വെളിപ്പാട് പ്രാപിച്ചെന്നല്ല. ഇവർ കണ്ടത് കേട്ടിട്ട് ഞാനും കണ്ടു ഒരുപാട്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടവനെ തിരിച്ചറിയാം. ആമേൻ. അനുഭവിച്ചവരെ തിരിച്ചറിയാം. എങ്ങനെ അറിയാം? അത് വെറൈറ്റി ആയിരിക്കും. ജീസസ് കണ്ടെന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിന്റെ അകത്ത് യേശു മേഖലയ്ക്കകത്ത് കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവനെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഈ കണ്ട മനുഷ്യനെ തടഞ്ഞു വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ആമേൻ. ജന്മന മുടന്തനായവനെ ചാടി എഴുന്നേറ്റു, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 14:19 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 14 അതിന്റെ 19 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. നോക്കേ, നമ്മുടെ കല്ലെറിഞ്ഞ അന്നത്തോടും കൂടെ വേദപുസ്തകം മടക്കി വെച്ചിട്ട് എപ്പം വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ മതി. എടാ, കല്ലെറിഞ്ഞാലും ശരി, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട് എനിക്ക്.
ആമേ 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 ആമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എടാ കല്ലല്ല വലുത്, എന്നെ വിളിച്ച ദൈവം വലുത്. നിന്നെ അല്ലട വലുത്, അടിയല്ല വലുത്, എന്നെ വിളിച്ച സർവശക്തനാകുന്ന ദൈവമായി എനിക്ക് വലുത്. തീ ഇന്ന് കത്തട്ടെ, ഇന്ന് തീ കത്തട്ടെ, ഇന്ന് തീ കത്തട്ടെ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ അകത്തിരിക്കുന്ന ആത്മാവാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവ്. ഓ, ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവ് നിന്റെ അകത്ത് കത്തുന്നെങ്കിൽ ഞാൻ പറയാം, ഇന്ന് ഇതിനകത്ത് കേൾക്കുന്ന പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ജീസസ് 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 ജീസസ്. ഓ, നിനക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കാരണം എന്താ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീ നിന്റെ അകത്ത് ചില വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് പകർന്നത്. ഓ ജീസസ് 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 ജീസസ്. നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല, നിന്നെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. നീ പുറത്ത് വന്നിരിക്കും, നീ പുറത്ത് വന്നിരിക്കും. ഹല്ലേലൂയ. ഒരു ദിവസം സ്തോത്രം, ശിംശോന് ശക്തി കിട്ടിയത് ജനം അറിഞ്ഞു. എന്ത് അറിഞ്ഞു? ശിംശോന് ശക്തി കിട്ടിയത് ജനം മനസ്സിലാക്കി, ഫെലിസ്ത്യൻ മനസ്സിലാക്കി. സ്തോത്രം, ഒരു കൂട്ടം പേർ മനസ്സിലാക്കി. ആർക്ക് ശക്തി കിട്ടിയത്? ശിംശോനെ ഒരിക്കലും ഒതുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ കിടന്നുറങ്ങിയ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗേറ്റെല്ലാം പൂട്ടി ചങ്ങല ഇട്ടു, എല്ലാം ബന്ധിച്ചു, വാതിലിട്ട് പൂട്ടി. യവനെ പിടിക്കുകയും വേണം, യവൻ്റെ അഭിഷേകത്തിന് തകർക്കുക വേണം. യവൻ പതുക്കെ ഉണർന്ന് എണീറ്റ് വന്ന് ഈ ഗേറ്റിനെ ഒറ്റ പിടിയോടെ പൊക്കിയെടുത്ത് തോളിൽ വെച്ച് കൊണ്ടൊക്കെ പോയി. ഇന്ന് ഇതിനകത്ത് നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം നിന്നെ ഒതുക്കാൻ നോക്കുന്ന ചിലതിനെ തൂക്കിയെടുക്കാൻ നിന്റെ അകത്ത് കത്തുന്നുണ്ട്. തീ കത്തുന്നുണ്ട്, ആത്മാ പകർച്ച. അതെ, നിന്നെ ഒതുക്കുന്ന ചിലതിനെ തൂക്കി വേരോടെ പറിച്ചെടുത്ത്. ഹോ ഹോ ജീസസ് ജീസസ്. എടാ, നീ ഗേറ്റിട്ടാലും, നീ വാതിലിട്ടാലും, നീ താഴും താക്കോലിട്ട് പൂട്ടിയാലും, നീ ബന്ധിച്ച് വെല്ലുവിളിച്ചാലും, യവ ഉറക്കമിടുന്ന കാര്യമേ ഉള്ളടാ. ഇവൻ ഉണർന്ന് കഴിഞ്ഞാൽ നീ അവന്റെ തോളിലാ. ഓ ജീസസ് ഹല്ലേലൂയ. എന്ത് ചിന്തിച്ചു? എല്ലാവരും കൂടെ എന്ത് ചിന്തിച്ചു? അഭിഷേകമുള്ളവൻ എന്ത് ചിന്തിച്ചു? പൂട്ടിയിടാന്ന് ചിന്തിച്ചു അല്ലേ? ഇവനെ വെളിയിൽ ഇറക്കല്ലെന്ന് ചിന്തിച്ചു. ഇവൻ്റെ ശക്തിയെ കവർന്നെടുക്കാമെന്ന് ചിന്തിച്ചില്ലേ? അതുകൊണ്ടല്ലേ പൂട്ടിയത്. ഇവൻ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ പൂട്ടി എന്നെ തൂക്കിയെടുത്ത് തോളിൽ വെച്ചോണ്ട് മറ്റേമാരെല്ലാം അവിടെ നോക്ക. അയ്യോ, ഇത്രയും വലുത് ഇതും വലിച്ചു നോക്കിയോ? അയ്യോ, ഇവൻ്റെ ശക്തിക്ക് മീതെ ശക്തി ധരിച്ചോ? നിന്നെ ഒതുക്കുന്ന ശക്തികളെ വലിച്ചു ഊരി എടുക്കാൻ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപ വേണമപ്പ, കൃപ ഓ ജീസസ് വേണമപ്പ ഇന്നെനിക്ക്. കൃപ വേണമപ്പ, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചങ്ങലയിട്ട് പൂട്ടി, വാതിലൊക്കെ ഡോറെല്ലാം പൂട്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പൂട്ടിനകത്ത് അകപ്പെടുന്നതും ഇതാണ് പിശാച് നിങ്ങളെ നോക്കിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് അകത്തിട്ട് കളിപ്പിക്കാൻ വേണ്ടി പൂട്ടിയിട്ട് പറ്റന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിടിക്കാം, ഇപ്പം പിടിക്കാം. ചങ്ങലയിട്ട് പൂട്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റാൻ വന്ന് പറിച്ചെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പോകുന്നു. കാത്തു നിന്നവരെ ലജ്ജിച്ച് നാണം കെട്ട്. ഓ, ഇവൻ എങ്ങനെ ഒതുക്കാം? ഇവൻ എങ്ങനെ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ഒതുക്കുന്ന ശക്തിയല്ല ഇത്. ആമേ, ഒതുക്കിയതിനെ പൊളിക്കുന്ന ശക്തി, ഒതുക്കുന്നതിനെ പറിച്ചെടുക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധന്മാരുടെ ശക്തിയുള്ളൂ. നിന്നെ ഒതുക്കി പൂട്ടി വെക്കുന്ന സകലത്തെയും പൂട്ടോടെ ഊരിയെടുക്കാൻ വിശ്വസിക്കുന്ന പൈതലെ നീ ആ പൂട്ടോടെ ആ പൂട്ടോടെ നീ ഊരിയെടുത്ത് തീ 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 പൂട്ടോടെ ഊരിയെടുത്ത് ആമേ നിന്റെ കുടുംബത്തെ, തലമുറയെ, ഭർത്താവിനെ, മാതാപിതാക്കളെ പൂട്ടി വെച്ച പൂട്ടോടെ ഊരി തീ 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 തീ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെ പറയുകയാണ്, നിന്നെ പൂട്ടിയിരിക്കുന്ന പൂട്ട് നീ ഊരും. എന്നാൽ അനേകരുടെ പൂട്ടുകളെ ദൈവം നിന്നിലൂടെ ഊരാൻ കണ്ടിരിക്കുന്നു. അനേകരുടെ പൂട്ടുകളെ തൂക്കിയെടുത്ത് ഊരിയെറിയാൻ. ഓ തീ 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 തീ. ആ ദൈവശക്തിയെ പ്രാപിച്ചു. അനേകരുടെ പൂട്ടുകളെ
അനേകരുടെ കെട്ടുകളെ, അനേകരുടെ ചങ്ങലകളെ, അനേകരുടെ ഇരുട്ടിൻ്റെ കോട്ടകളെ അഴിക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു, 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 കണ്ടിരിക്കുന്നു. ഓ ജീസസ്, 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 ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം കണ്ടിരിക്കുന്നു. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒതുക്കി തകർക്കാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല, ഒതുക്കിയിടാൻ പറ്റത്തില്ല, ഒതുക്കിയിടാൻ പറ്റത്തില്ല, ഒതുക്കിയിടാൻ പറ്റത്തില്ല. നിന്നെ ഒതുക്കിയതിനെ നീ പൊളിക്കുക മാത്രമല്ല, ആമേൻ, മറ്റ് ചിലരെയും കൂടെ പൊളിച്ച് പുറത്തെടുത്ത് കർത്താവിൻ്റെതാക്കി മാറ്റാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ട്, അതിന് ജീവനുണ്ട്, അതിന് ശക്തിയുണ്ട്. അത് കോട്ടകളെ ഇടിച്ച് വെളിയിൽ കൊണ്ടുവരും. സ്തോത്രം, 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 സ്തോത്രം. ദേശത്തെ പിടിച്ച് കുലുക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ മാറി നില്ലടാ എന്ന് പറയാനുള്ള അധികാരം നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുകയാണ്. ഓ കഥടെ, കഥടെ, കഥടെ. ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി ഓരോ മക്കളുടെ മേലും, ഓരോ മക്കളുടെ മേലും, ഓരോ മക്കളുടെ മേലും, ഓരോ മക്കളുടെ മേലും. ഓ ജീസസ്, ജീസസ്. നീ താമസിക്കുന്ന ദേശത്ത്, ഓ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ദേശത്തിൻ്റെ അധിപതിയെ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ മാറണമെന്ന് പറയാൻ ജീസസ്, ജീസസ്, ജീസസ്. ധൈര്യത്തോടെ പറ, വഴി മാറണമെന്ന് പറയാൻ നിന്റെ മേൽ സ്വർഗ്ഗ ശക്തി തന്നിട്ടുണ്ട്. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 14:19 വായിക്കുമ്പോൾ വായിച്ചേ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്ന് കൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. എടാ, നിന്റെ കല്ലിനൊന്നും ദമസ്കോസിൽ കണ്ട യേശുവിൽ നിന്ന് അകറ്റാൻ, ദമസ്കോസിൽ കണ്ട വെളിച്ചത്തിൽ നിന്ന് അകറ്റാൻ എടാ നിന്റെ ഈ ഉണക്ക കല്ലിന് കഴിയത്തില്ല. ജീസസ്, ജീസസ്. നിന്റെ കല്ലെൻ്റെ ബോഡിയെ വേദനിപ്പിക്കും, പക്ഷെ എൻ്റെ അകത്ത് ജീവന്റെ ആത്മാവുണ്ട്. ജീസസ്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അടുത്തവര് വായിച്ചേ, അടുത്തവര് വായിച്ചേ. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട്, നോക്കിയേ, മരിക്കാൻ കണക്കിന് അവനെ എറിഞ്ഞു തള്ളിയിട്ടു. അവൻ മരിച്ചു എന്ന് കരുതിയിട്ട് എന്നിട്ടും ആത്മാവ് പോയില്ല. അടുത്ത വരി. അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. പട്ടണത്തിന് പുറത്ത് ഇഴച്ചു കളഞ്ഞു. അടുത്ത വരി. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റന്നാൾ ബർന്നബാസിനോട് കൂടെ. അടുത്ത് 16:15 വായിച്ചേ. അവിടെ ചെന്ന് ഒരു സഹോദരിയോട് സുവിശേഷം പറഞ്ഞു, ലുദിയോടെ ഹൃദയം അങ്ങ് തുറന്നു. വായിക്കേ. ഇടയ്ക്ക് യവനെ എറിഞ്ഞാലും കൊന്നാലും അഭിഷേകത്തിൽ പോയാലും ശരി, ആമേ, വ്യാസത്തിൻ്റെ ഇടയിൽ കിടന്നാലും ശരി, ദൈവം അറിയാതെ ഒരു മുടിയും കൊഴിയത്തില്ല. ഇവനിലൂടെ ദൈവം ഇട്ടിരിക്കുന്ന സകലതും നിറവേറിയിട്ട് നിന്നെ വന്നാലും നീ പേടിക്കണ്ട, പരാതി പരിഭവം വന്നാലും നീ പേടിക്കണ്ട. നിന്നിലൂടെ ദൈവം ഒരു കാര്യം വച്ചിട്ടുണ്ട്, അത് ഉറപ്പായിട്ട് നിറവേറിയിരിക്കും. നീ ആത്മാവിൽ നിറഞ്ഞ് പുറത്ത് വന്നിരിക്കും, നീ ദൈവശക്തിയാൽ നിറഞ്ഞ് പുറത്ത് വന്നിരിക്കും. നിന്നെ ചങ്ങലയിട്ട് ഒതുക്കാൻ പറ്റത്തില്ല. ഒതുക്കുന്നതിന് നീ കുടഞ്ഞെഴുന്നേറ്റ് തൂക്കി എടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോകും. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. ദൈവത്തിന് മഹത്വം. അപ്പോസ്തലപ്രവൃത്തി 16:15 വായിക്കുമ്പോൾ അടുത്ത് വായിച്ചേ. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന്. ലുദിയുടെ ഹൃദയമൊക്കെ തുറന്നു, അവൾ സ്നാനപ്പെട്ടു. അവളിപ്പോൾ ദൈവവേലക്കാരെ വീട്ടിൽ ക്ഷണിക്കുന്നു. കണ്ടോ? കാരണം എന്താ? എടാ, നീ അപ്പുറത്ത് കല്ലെറിഞ്ഞെങ്കിൽ ഇപ്പുറത്ത് ചില ഹൃദയം തുറക്കാൻ നിന്റെ ഹൃദയം കഠിനപ്പെട്ട് ഇത് കല്ലെറിഞ്ഞു, പക്ഷെ തുറക്കേണ്ട ഹൃദയം അപ്പുറത്തുണ്ടെന്ന്. ഓ ഹോ ഹോ, നീ എന്നെ കല്ലെറിഞ്ഞു, നിന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. നിനക്ക് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായി തോന്നി. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പുറത്തെ പട്ടണത്തിലുണ്ട്. ഞാൻ അപ്പുറത്ത് പോകും. ഓ, നിങ്ങൾക്ക് മനസ്സിലായി? അഭിഷേകം നിങ്ങളെ ഇരുത്തത്തില്ല, നിങ്ങളെ ഒതുക്കി പിടിക്കത്തില്ല. നിങ്ങൾ പുറത്ത് വന്നിരിക്കും. നിങ്ങളുടെ മേൽ ശക്തി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഓ, നിങ്ങൾ കുറിച്ചിട്ടോ. ലോകം നിനക്കെതിരെ പറഞ്ഞാലും കുഴപ്പമില്ല. നീ നിന്നെ തന്നെ ടെസ്റ്റ് ചെയ്യണം. സത്യത്തിൻ്റെ ആത്മാവാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്നിലൂടെ വരുന്ന ഫലങ്ങൾ ക്രിസ്തുവിൻ്റെതാണെങ്കിൽ നീ കുറിപ്പിട്ടോ, പേടിക്കണ്ട, ധൈര്യത്തോടെ മുന്നോട്ട് പോ. ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് കോട്ടകളെ പിടിച്ചടക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പേടിക്കരുത്, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. ഒരുപാട് എതിർപ്പുകളും പരാതികളും പരാധീനതകളും ഒരുപക്ഷെ നിന്റെ മേൽ ചുമത്തിയെന്ന് വരാം. പേടിക്കരുത്. ഒരുത്തനോട് സുവിശേഷം പറയുമ്പോൾ മതി പൊയ്ക്കോ എന്ന് പറഞ്ഞെന്ന് വരാം. പക്ഷേ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞില്ല. അപ്പുറത്ത് വാതിൽ തുറന്നു കിടക്കുക, ഇപ്പുറത്ത് വാതിൽ അടച്ചെങ്കിൽ അപ്പുറത്ത് വാതിൽ നിനക്കായിട്ട് തുറന്നു കിടക്കുക. ആ ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. നീ പോകണം, അവരോട് പറയണം. ഒരിടത്ത് പറഞ്ഞെന്ന് പറഞ്ഞ് നീ നിരുത്സാഹപ്പെട്ട ആളായി വീഴരുത്. അപ്പുറത്ത് ഒരു കൂട്ടം ജനം ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ
ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഓ ജീസസ് 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ലുദിയുടെ ഹൃദയം തുറന്ന് അപ്പോസ്തലപ്രവൃത്തി 16 വരുമ്പോൾ അവിടെ ഒരിടവും ഒതുക്കാൻ കഴിഞ്ഞില്ല. 16 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. 16 അധ്യായം വായിക്കുമ്പോൾ അവിടെ വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ എന്ത് ചെയ്തു? ശാസിച്ചു. ഹല്ലേലൂയ. നോക്കിയേ, ഏത് ശുശ്രൂഷ വന്നിപ്പോൾ ഭൂതത്തെ ശാസിക്കാൻ വരം കയറി. തൊട്ടപ്പുറത്ത് കൊന്നെറിഞ്ഞു, തൊട്ടപ്പുറത്ത് മരിച്ചെന്ന് പറഞ്ഞ് കൊന്നെറിഞ്ഞിട്ട് പോയി. ഇപ്പുറത്ത് വന്നപ്പോൾ എറിഞ്ഞവന് അടുത്തൊരു പവർ കൂടെ, അടുത്തൊരു ശക്തി കൂടെ. പ്രസംഗിക്കാൻ മാത്രമല്ല, ജന്മന രോഗിയായവനെ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ജനം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെളിച്ചപ്പാടിന്റെ ആത്മാവിനെ ശാസിക്കത്തക്ക നിലവാരത്തിലുള്ള ശക്തി ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ മേൽ അസാധാരണമായ അഭിഷേകം ഇറങ്ങുന്നു. ചില മക്കളുടെ മേൽ അസാധാരണമായ ദൈവകൃപ ഇറങ്ങുന്നു. ഓ അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. നിന്റെ വിളി ഉയരത്തിലത്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ദൈവം ദിവസം തന്നാൽ നമുക്ക് ചിന്തിക്കാം. ഇത് ചിന്തിച്ചിട്ട് തീരുന്നില്ല. ഹല്ലേലൂയ. തീർക്കാൻ പറ്റുന്നില്ല. 3 ആഴ്ച കൊണ്ട് തീരുന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ശക്തി ഇന്ന് നമ്മുടെ മേൽ. ആമേൻ ആമേൻ ആമേൻ. ഓ അതെ, ദമസ്കോസിൽ കത്തിയ വെളിച്ചം. ആമേൻ. ശൗലിന്റെ മേൽ പകർന്ന അഭിഷേകം ഇന്ന് ഈ പുതിയ നിയമസഭയിൽ എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ പ്രയോജനപ്പെടണമോ അതിന് തക്കതായ ശക്തിയെ പകരാൻ സ്വർഗം വന്നിട്ടുണ്ട്. നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു പോയിന്റോടെ പറഞ്ഞ് നമ്മൾ പാടി ആരാധിക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. ഒന്ന്, ഇതിനകത്ത് ആരംഭം മുതൽ പറഞ്ഞത് ഞാൻ പറയുകയാണ്. ഒന്ന്, നീ രക്ഷിക്കപ്പെട്ടു മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പിന്മാറി കിടക്കുന്നെങ്കിൽ കപട വേഷത്തെ അഴിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ അടുത്ത് വാ. 2, നീ സ്വത്രം പാടുന്നു, അന്യഭാഷ പറയുന്നു, നൃത്തം ചെയ്യുന്നു, പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് ചീത്തവിളിയും ബഹളവും വഴക്കവുമാണ് വരുന്നതെങ്കിൽ, നിന്റെ അകത്ത് ദൈവത്തിൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ, നീ മുട്ടുകുത്തി ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ദൈവത്തോട് ചോദിച്ച് ഉറങ്ങുന്നവനെ എന്ത് ചെയ്യാം? തട്ടി ഉണർത്താം. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റത്തില്ല. നമ്മൾ ഉറക്കം നടിക്കാതെ സ്വത്രം ക്രിസ്തുവിൻ്റെ മുന്നിൽ സറണ്ടറായിട്ട് പറ, കർത്താവേ എനിക്ക് സത്യത്തിൻ്റെ ആത്മാവിനെ വേണമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന നരകത്തിൽ പോകാതെ. 3, സ്വത്രം ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ ആത്മാ ഉള്ളവനെ തിരിച്ചറിയാം. എങ്ങനെ അറിയാം? അവരുടെ ഫലത്താൽ അറിയാം. ആരൊക്കെ അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പാവത്തെ ജയിച്ച് ജീവിക്കുന്ന ഒരു പൈതലിനെതിരെ ആരല്ല ആ ആത്മാവാണ് ഈ ആത്മാവെന്ന് പറഞ്ഞാലും നീ പേടിക്കല്ലേ. നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കോ ഒരു ദുഷ്ടനോ കഴിയത്തില്ല. ഒരു അന്ധകാര ശക്തി കഴിയത്തില്ല. നീ ഓരോരോ കൃപാവരങ്ങളാൽ ജ്വലിച്ച് സാക്ഷ്യമുള്ള പൈതലായി ബലത്തിൻ്റെ മേൽ ബലപ്പെട്ട് നീ പുറത്തു വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പം 3 കാര്യം ചിന്തിച്ചു. 1, ആ മനുഷ്യൻ്റെ മേൽ പ്രസംഗിച്ചെങ്കിൽ അതിനുള്ള കൃപയുണ്ടായിരുന്നെങ്കിൽ. 2, ജന്മനാ കിടന്നവനെ രോഗിയെ സൗഖ്യമാക്കാൻ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി. 3, ഭൂതത്തെ പുറത്താക്കാൻ ദൈവ കൃപ ഇറങ്ങി. ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ മേൽ ദൈവശക്തിയെ പകരുവാൻ യേശു വന്നിട്ടുണ്ട്.